ഡിബേറ്റ് വിത്ത് മാധു സജി. ഒറ്റ ദിവസത്തെ മഴയിൽ വിറച്ച് കേരളം. നഷ്ടമായത് 7 ജീവനുകളാണ്. നേരം പുലർന്നത് പയ്യാനിത്തോട്ടത്തിലെയും കോലാഹലമേട്ടിലെയും അപകടങ്ങൾ കേട്ടാണ്. ഉരുൾപൊട്ടലിൽ പൊലിഞ്ഞുപോയത് അമ്മയും മകനും. ആ വീട് നിന്നിടത്താകെ അവശേഷിച്ചത് ഒരു മൺകൂന മാത്രമാണ്. പുടിയത്തൂരിലെ വീട്ടമ്മയുടെ ജീവനെടുത്തതും ഉരുൾപൊട്ടലാണ്. റാന്നി ടൗൺ വെള്ളത്തിനടിയിലാണ്. ആറന്മുളയിലേക്ക് ഒഴുകിയെത്തുന്ന വെള്ളവും ആശങ്കയുണ്ടാക്കുന്നുണ്ട്. പമ്പയും മീനച്ചിലാറും കരകവിഞ്ഞൊഴുകുകയാണ്. പാലാ ടൗണും മുങ്ങി. ഈരാറ്റുപേട്ടയും വെള്ളത്തിലാണ്. ഇടുക്കിയിലും കോട്ടയത്തും തുടർച്ചയായ മണ്ണിടിച്ചിലുകളുണ്ടായി. തിരുവനന്തപുരത്തെ മലയോര മേഖലയിലും കനത്ത മഴയാണ്. പേപ്പാറ, അരുവിക്കര ഡാം ഷട്ടറുകൾ കൂടുതൽ ഉയർത്തി. ഉത്തര കേരളത്തിലും ദുരിതപ്പെയ്ത്തു തന്നെയാണ്. കണ്ണൂരും കാസർഗോഡും കോഴിക്കോടും മലവെള്ളപ്പാച്ചിൽ ഉണ്ടായി. പാൽച്ചുരത്തിൽ ഗതാഗത നിരോധനമുണ്ടായി. താമരശ്ശേരി ചുരത്തിലും നിയന്ത്രണമുണ്ട്. വടക്കൻ ജില്ലകളിൽ പ്രത്യേക ജാഗ്രത വേണമെന്നുള്ളതാണ് മുന്നറിയിപ്പ് തുടരും. എല്ലാ ജില്ലകളിലും തീവ്ര അതിതീവ്ര മഴ മുന്നറിയിപ്പുകളുണ്ട്. 9 ജില്ലകളിലാണ് റെഡ് അലർട്ട്. 5 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും. മധ്യ കേരളത്തിലെ 5 നദികളിൽ ഓറഞ്ച് അലർട്ടുണ്ട്. നമ്മളോടൊപ്പം അതിഥികളടക്കം ചേരും. നമുക്ക് വിശദമായി നോക്കാം മഴക്കാഴ്ചകൾ. ഡോക്ടർ പി വിജയകുമാർ, കാലാവസ്ഥാ വിദഗ്ധൻ. നീത കെ ഗോപാൽ, IMD കേരള റീജിയണൽ ഡയറക്ടർ. അഡ്വക്കേറ്റ് അബിൻവർ കെ MLA നമ്മളോടൊപ്പം തത്സമയം ചേരും. ആദ്യം നമ്മൾ പോകുന്നത് ഡോക്ടർ നിത കെ ഗോപാലിലേക്കാണ്. ഡോക്ടർ നിത, ഇപ്പോൾ 9 ജില്ലകളിലാണ് നമുക്ക് റെഡ് അലർട്ട് ഉള്ളത്. മറ്റിടങ്ങളിൽ ഓറഞ്ച് അലർട്ടുമുണ്ട്. ഈ രാത്രി മഴ എങ്ങനെയായിരിക്കും എന്നതിനെ ആശ്രയിച്ചിരിക്കും നമ്മുടെ ഈ പറയുന്ന രക്ഷാപ്രവർത്തനങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത്. എന്താണ് ഇപ്പോഴത്തെ മുന്നറിയിപ്പുകൾ? ഇപ്പോൾ അതിശക്തമായ മഴ മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇതുവരെയ്ക്കും കണ്ണൂരുള്ള അയ്യൻകുന്ന് എന്ന് പറയുന്ന സ്റ്റേഷനിൽ ഇതുവരെയ്ക്കും രാവിലെ 8 തൊട്ട് 26 സെന്റിമീറ്റർ മഴ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി വരുന്ന മണിക്കൂറുകളിലും അതേ തീവ്രതയിൽ തന്നെ മഴ തുടരാനുള്ളൊരു സാഹചര്യമുണ്ട്. ഇന്ന് രാത്രി നമുക്ക് കുറച്ച് നിർണായകമാണെന്ന് തന്നെ പറയണം. കാരണം ഈ വടക്കൻ ജില്ലകളിൽ ഇന്നലെയും ഇതേപോലെ അതിശക്തമായ മഴയുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഒരു ഇമ്പാക്ട് ഇന്ന് രാവിലെ തന്നെ നമ്മൾ കാണാൻ തുടങ്ങി. പല നദികളിലും തോടുകളിലൊക്കെ വെള്ളം നിറയുന്നതും അതുപോലുള്ള അപകടങ്ങളൊക്കെ ഇന്ന് രാവിലെ തൊട്ട് തന്നെ വടക്കൻ ജില്ലകളിലുമുണ്ട്. കൂടുതൽ മഴ പെയ്തതും നമ്മുടെ ഫോക്കസ് മുഴുവനും മധ്യ കേരളത്തിലായിരുന്നുവെങ്കിലും വടക്കൻ ജില്ലകളിലും അതിൽ സമാനമല്ലെങ്കിൽ പോലും അതിശക്തമായ മഴ ഉണ്ടായിരുന്നു. അപ്പൊ ഇന്നത്തെ ആ ഒരു മഴയും കൂടി ഇന്നത്തെ മഴ, ഇന്ന് രാത്രിയിൽ വരുന്ന മഴ, ഇതെല്ലാം കൂടി അതിന്റെ ഒരു കോമ്പൗണ്ട് ഇമ്പാക്ട് എന്ന് പറയുന്നത് വളരെ ഗൗരവതരമായ ഒരു കാര്യമാണ്. നാളെയോട് കൂടി ഈ മഴ കുറയുള്ളൂ. ഇപ്പൊ മഴ കുറഞ്ഞാൽ തന്നെയും ഇന്നുണ്ടായ ഈ മലവെള്ളപ്പാച്ചിലും മഴയുടെ ഒഴുക്കും നദികളിലെ ജലനിരപ്പും ഒക്കെ അതെല്ലാം ഒന്ന് സാധാരണഗതിയിലേക്ക് വരാൻ വീണ്ടും സമയമെടുക്കും. അതുകൊണ്ട് തന്നെ നാളെ മഴയുടെ അളവ് കുറഞ്ഞാൽ പോലും നാളെയും നമുക്ക് ഒരു ജാഗ്രതക്കുറവ് വരുത്താൻ പാടില്ല നാളെയും. ഓക്കെ ഡോക്ടർ നിത, ഞാൻ അങ്ങേക്ക് തിരികെ വരാം. ഇപ്പോൾ റവന്യൂ മന്ത്രി AP അനിൽകുമാർ നമ്മളോടൊപ്പം തത്സമയം ചേരുകയാണ്. മിനിസ്റ്റർ, വലിയ ആശങ്കയുണ്ടാക്കുന്ന ചില വാർത്തകൾ കൂടിയാണ് നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. നമ്മളെല്ലാ ജാഗ്രതാ നിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ടെങ്കിൽ പോലും ഇപ്പോൾ ഡോക്ടർ നിത ചൂണ്ടിക്കാണിച്ചതുപോലെ ഈ രാത്രിയിലെ മഴ എന്ന് പറയുന്നതിനെ നമ്മളേറെ ജാഗ്രതയോടുകൂടി കാണേണ്ടതാണ്. എന്തൊക്കെ മുൻകരുതലുകൾ എടുത്തിട്ടുണ്ട് സംസ്ഥാനത്തെ ഒരു പൊതു സാഹചര്യം പരിഗണിച്ചുകൊണ്ട്? നമുക്ക് ഈ മഴ മുന്നറിയിപ്പ് കഴിഞ്ഞ 2 ദിവസം മുമ്പ് തന്നെ 5 ദിവസം തുടർച്ചയായിട്ടുള്ള മഴ നമ്മൾ പ്രതീക്ഷിച്ചതായിരുന്നു. കേന്ദ്ര കാലാവസ്ഥാ കേന്ദ്രത്തിൽ നിന്നുള്ള മുന്നറിയിപ്പുണ്ടായിരുന്നു. സംസ്ഥാനത്തിൻ്റെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട മുന്നറിയിപ്പും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ റവന്യൂ സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകി അദ്ദേഹം ജില്ലാ കലക്ടർമാരുടെ യോഗം വിളിച്ചു ചേർത്ത് മഴയുടെ കാര്യങ്ങൾ മുന്നൊരുക്കങ്ങൾ നടത്തുവാൻ വേണ്ടി സൂചിപ്പിക്കുകയും ചെയ്തതാണ്. പക്ഷേ ഇന്നലെ പത്തനംതിട്ടയിലൊക്കെ ഉണ്ടായ മഴ അത്രയും ശക്തമായ അതിതീവ്ര മഴ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് നദികളിൽ വെള്ളം കൂടുന്ന സാഹചര്യമുണ്ടായി. അതുപോലെ തന്നെ ഇടുക്കിയിലും കോട്ടയത്തും അതായത് ലാൻഡ് സ്ലിപ്പുകളും വളരെ കൂടുതലുണ്ടായി. നമുക്ക് അപകടങ്ങൾ പരമാവധി കുറച്ചു എന്നുള്ളത് തന്നെ വലിയ കാര്യമാണ്. 2 ഇടങ്ങളിലായിട്ട് 4 പേരാണ് നമുക്ക് നഷ്ടപ്പെട്ടത്. അതോടൊപ്പം തന്നെ എല്ലാ ഭാഗങ്ങളിലും വലിയ മണ്ണിടിച്ചിലും കാര്യങ്ങളൊക്കെ റോഡുകളിലേക്ക് ഗതാഗത തടസ്സം ഒക്കെ ഉണ്ടായി. ഇന്നലെ മധ്യ കേരളത്തിലാണ് ഇതൊക്കെ ഉണ്ടായതെങ്കിൽ ഇന്ന് രാവിലെ മുതൽ അത് വടക്കൻ മലബാറിലേക്ക് മലപ്പുറം മുതൽ അങ്ങോട്ട് തന്നെ മലപ്പുറം, കോഴിക്കോട്,
കണ്ണൂർ അതുപോലെ തന്നെ വയനാട് ജില്ലകളിലൊക്കെ തന്നെ നല്ല മഴ ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ആശ്വാസം എന്ന് പറയുന്നത് തെക്കൻ കേരളത്തിലെ മഴ കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പത്തനംതിട്ട, റാന്നി ഉൾപ്പെടെ അവിടെ വെള്ളം ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അല്പം ആശ്വാസമുണ്ട്. പക്ഷെ രാത്രി ഇന്ന് രാവിലെ മുതൽ നമുക്ക് ഏറ്റവും കൂടുതൽ ആശങ്കയുണ്ടായിരുന്നത് ഈ റാന്നി ടൗണിലൊക്കെ ഉണ്ടായിരുന്ന പെട്ടെന്നുണ്ടായ വെള്ളക്കെട്ടാണ്. എല്ലാവരും പറയുന്നത് ഈ 2018 സമാനമായ നിലയിൽ വെള്ളം ഉയരുന്നു. അത് വളരെ കുറച്ച് സമയം കൊണ്ട് സാധനങ്ങൾ എടുത്ത് മുകൾ നിലയിലേക്ക് വെക്കാനോ അല്ലെങ്കിൽ അവിടെ നിന്ന് മാറ്റാനോ കഴിയാത്ത തരത്തിൽ പെട്ടെന്ന് ഈ ജലനിരപ്പ് ഇങ്ങനെ ഉയർന്നു വരുന്നത് എന്തുകൊണ്ടാണെന്നാണ് പറയുന്നത്. ഇപ്പോൾ കളക്ടർമാരുടെയൊക്കെ യോഗം ഉണ്ടായിരുന്നല്ലോ, അവരൊക്കെ പറയുന്ന ഇൻപുട്ട് എന്താണ് മിനിസ്റ്റർ? അതായത് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിൽ 300 mm മുകളിൽ പല കേന്ദ്രങ്ങളിലും വലിയ മഴയാണ് ഇന്നലെ കുറഞ്ഞ സമയം കൊണ്ട് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 350 വരെ വന്ന പ്രദേശങ്ങളുണ്ട്, 325 വന്ന പ്രദേശങ്ങളുണ്ട്, 200 അതിന് മുകളിലും വന്ന പ്രദേശങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കുറഞ്ഞ സമയം കൊണ്ട് വലിയ രീതിയിലുള്ള മഴയാണ് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇത്രയും പെട്ടെന്ന് ഇന്നലെ പമ്പയാറൊക്കെ വളരെ താഴെയായിരുന്നു ജലനിരപ്പെങ്കിൽ വളരെ പെട്ടെന്ന് രാത്രിയോട് പമ്പയാറ് കരകവിഞ്ഞ് ഒഴുകുന്ന സാഹചര്യം എന്ന് പറയുന്നത് മഴ രാത്രിയിലുണ്ടായ മഴ അത്രമാത്രം അതിതീവ്രമായിരുന്നു എന്നതിൻ്റെ തെളിവാണ്. അപ്പോൾ ഇത് അപ്രതീക്ഷിതമാണ്. മാത്രമല്ല ഇത് കാലാവസ്ഥാ കേന്ദ്രത്തോട് ഞങ്ങൾ ബന്ധപ്പെടുമ്പോൾ അതുപോലെ അവർക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ അപ്പുറത്തുള്ള കാര്യങ്ങളാണ് ഇത്തരത്തിലുള്ള പെട്ടെന്നുണ്ടാകുന്ന ഈ മഴ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു സാഹചര്യത്തിലാണ് ഇത്രയും വലിയ വെള്ളപ്പൊക്കം പത്തനംതിട്ട ഉൾപ്പെടെ ഉണ്ടാവാനുള്ള സാഹചര്യമുണ്ട്. മിനിസ്റ്റർ, ഇടുക്കിയിലും വയനാട്ടിലുമൊക്കെ NDRFന്റെ വിവിധ സംഘങ്ങൾ ക്യാമ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഞങ്ങൾക്ക് കിട്ടുന്ന വിവരം. ഒരു അടിയന്തര സാഹചര്യം ഉണ്ടായാൽ ഉള്ള മുൻകരുതലുകൾ എന്തൊക്കെയാണ്? എന്തൊക്കെ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്? ഞങ്ങൾ ഇന്ന് കോട്ടയത്ത് NDRFന്റെ ടീം വേണമെന്ന് പറഞ്ഞിരുന്നു. ഞാൻ രാവിലെ തന്നെ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ടു. അദ്ദേഹം നിർദ്ദേശിച്ച അടിസ്ഥാനത്തിൽ ഇന്ന് NDRFന്റെ ടീം കോട്ടയത്തും ഇന്ന് രാത്രിയുണ്ട്. നമുക്ക് കോട്ടയം അതുപോലെ പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിലൊക്കെ തന്നെ ഏത് സാഹചര്യത്തെ നേരിടുന്നതിന് വേണ്ടിയുള്ള നമ്മുടെ എല്ലാ സേനകളും വിന്യസിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇന്ന് പത്തനംതിട്ട ജില്ലയിലാണ് വെള്ളം കെട്ടി നിൽക്കുന്നത്. പമ്പയുടെ തീരങ്ങളിൽ ആറന്മുള ഉൾപ്പെടെ അവിടെ നമുക്ക് ബോട്ടുകൾ എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾ രക്ഷാപ്രവർത്തനങ്ങൾ നന്നായി നടക്കുന്നുണ്ട്. പരമാവധി നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളും തയ്യാറെടുപ്പുകളും മുന്നൊരുക്കങ്ങളും നടത്തുന്നുണ്ട്. അപകട സാധ്യത മേഖലകളിൽ നിന്ന് ആളുകളെ മാറ്റിപ്പാർപ്പിക്കുന്നുണ്ട്. കേരളത്തിൽ ഏതാണ്ട് 62ഓളം ക്യാമ്പുകളിലായിട്ട് 1300-ലധികം ആളുകൾ ഇന്ന് ക്യാമ്പുകളിലാണ് ഉള്ളത്. അപ്പോൾ ആ രീതിയിലുള്ള എല്ലാ തയ്യാറെടുപ്പും നടത്തുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികം മാത്രമല്ല, മഴയുടെ സാഹചര്യത്തിനനുസരിച്ച് രാത്രി മുഴുവൻ കാര്യങ്ങളും വിലയിരുത്തുന്നതിനും അതിതീവ്രമായ മഴ വരികയാണെങ്കിൽ ആ പ്രദേശങ്ങളിൽ പെട്ടെന്ന് ആളുകളെ മാറ്റാനുള്ള സൗകര്യങ്ങൾ ഒക്കെ ഇന്ന് തയ്യാറായിട്ടുണ്ട്. മിനിസ്റ്റർ, ഇപ്പോൾ നമുക്ക് ഈ അപകട സാധ്യതാ മേഖല അല്ലാത്തയിടം എന്ന് വേർതിരിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട് യഥാർത്ഥത്തിൽ നോക്കുകയാണ്. ഇപ്പോൾ കൊല്ലം, തിരുവനന്തപുരം ജില്ലകൾ, തിരുവനന്തപുരത്തൊക്കെ ഈ മഴയുണ്ട്, കനത്ത മഴയുണ്ട് എന്നതിനപ്പുറത്ത് നമ്മൾ അതിന് മുകളിലേക്ക് ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ആലപ്പുഴ മുതൽ ഇങ്ങോട്ട് ഉത്തര കേരളം മുഴുവൻ അങ്ങ് വരെയും കാസർഗോഡ് വരെയും കനത്ത മഴയാണ്. ഓരോയിടത്തും ചെറിയതും വലുതുമായ അങ്ങ് നേരത്തെ പറഞ്ഞതുപോലെയുള്ള ഈ മണ്ണിടിച്ചിലും മണ്ണൊലിപ്പും ഒക്കെ ഉണ്ടാകുന്നുണ്ട്. എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. കേരളത്തിൽ ഏതെങ്കിലും സ്ഥലത്ത് മുമ്പ് നമുക്ക് പറയാൻ കഴിയും ഹിൽ ഏരിയയിലാണ്, മലയോര മേഖലയിലാണ് ഇതൊക്കെ ഉണ്ടാകുന്നത് എന്നുള്ളത്. ഇന്ന് അതല്ല, എല്ലായിടത്തും ഇതിൻ്റെ സാധ്യത കൂടി വരുന്നു. അത് പ്രത്യേകം പരിശോധിക്കേണ്ട പല ഘടകങ്ങളുണ്ട്. ഇപ്പോൾ ഈ സമയത്ത് അത് ചർച്ചയിലേക്ക് പോകാതിരിക്കുന്നത് കൊണ്ടാണ് ഞാനതേക്കുറിച്ച് പറയാത്തത്. പെട്ടെന്ന് വെള്ളക്കെട്ടുണ്ടാവുന്ന സാഹചര്യം, അതുപോലെ തന്നെ വെള്ളം മുന്നോട്ട് ഒഴുകി പോകാൻ കഴിയാത്ത സാഹചര്യം, വെള്ളം പോകേണ്ട വഴികൾ ബ്ലോക്കായി ഉണ്ടാവുന്ന വെള്ളപ്പൊക്കങ്ങൾ ഉൾപ്പെടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ വളരെ ഗൗരവത്തോടു കൂടി ഇതൊരു കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഇത്തരം ഒരു ചെറിയ മഴ വന്നു കഴിഞ്ഞാൽ പോലും ഇത്തരത്തിലുള്ള പ്രളയങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യം പ്രത്യേകം ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇന്ന് പക്ഷേ ഞങ്ങൾ അതിലേക്ക് പോകുന്നില്ല. കാരണം നമ്മെ സംബന്ധിച്ചിടത്തോളം റെസ്ക്യൂ ഓപ്പറേഷനും എന്തെങ്കിലും അപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ അവരെ രക്ഷപ്പെടുത്തുവാനും അതോടൊപ്പം തന്നെ മുന്നൊരുക്കം നടത്തുന്ന ഒരു ശ്രദ്ധയാണ് നമുക്ക്, അതിലേക്കാണ് ഫോക്കസ് കൊടുക്കുന്നത്. സാഹചര്യം പരിഗണിച്ചുകൊണ്ടുള്ള ഒരു സുരക്ഷാ വിന്യാസം ഉണ്ടായിട്ടുണ്ട് എന്ന് വിശ്വസിക്കാം അല്ലേ? അത് ഇപ്പം NDRFന്റെ ആണെങ്കിലും SDRFന്റെ ഒക്കെ ആണെങ്കിലും സേനാ വിന്യാസം ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായിട്ടും എല്ലാ രീതിയിലും ഇന്ന് രാവിലെ മുതൽ ജില്ലാ കളക്ടേഴ്സിന്റെ മീറ്റിംഗ് എടുത്തിട്ടുണ്ട്. ജില്ലാ കളക്ടേഴ്സ് നിരന്തരം വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. താഴെ തട്ട് വരെ ഉള്ള LSGDയുമായി ബന്ധപ്പെട്ട് കോർഡിനേറ്റ് ചെയ്തുകൊണ്ടുള്ള കാര്യങ്ങളുണ്ട്. പോലീസും വളരെ ശക്തമാണ്. ഇപ്പോൾ അപകട മേഖല പല സ്ഥലത്തും ഞങ്ങൾ ട്രാഫിക് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. ടൂറിസം സെൻ്ററുകൾ ഉൾപ്പെടെ ഞങ്ങൾ രാത്രി സാധ്യത ഉള്ളതുകൊണ്ട് ആളുകളെ മാറ്റി ഒഴിവാക്കാൻ വേണ്ടിയുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ശബരിമല ഉൾപ്പെടെ നമുക്ക് നാളെ ശബരിമല
നട തുറക്കുന്ന ദിവസമാണ്. അതുകൊണ്ട് തന്നെ ഭക്തജനങ്ങളുടെ ഒരു വലിയ പ്രവാഹം ഉണ്ടാവരുത്, പരമാവധി മാറി നിൽക്കണമെന്ന് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും നമ്മൾ ആ കാര്യങ്ങളിലൊക്കെ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ശരി, വളരെയധികം നന്ദി മിനിസ്റ്റർ. തിരക്കിനിടയിലും ഞങ്ങളോട് സംസാരിച്ചതിന്. എന്തായാലും സംസ്ഥാന വ്യാപകമായി വലിയ തരത്തിലുള്ള മുൻകരുതലുകൾ എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് റവന്യൂ മന്ത്രി AP അനിൽകുമാർ നമ്മളോട് വ്യക്തമാക്കുകയും ചെയ്യുന്നത്. ഇപ്പോൾ ദുരന്ത നിവാരണ അതോറിറ്റി അംഗമായ ഡോക്ടർ ശേഖർ കുര്യാക്കോസ് നമ്മളോടൊപ്പം ഉണ്ട്. അദ്ദേഹത്തോട് ചില കാര്യങ്ങൾ കൂടി നമുക്ക് ചോദിക്കാം. ശ്രീ ശേഖർ കുര്യാക്കോസ്, ഇടുക്കിയിൽ, എറണാകുളത്തൊക്കെ ചെറിയ ചെറിയ ഉരുൾപൊട്ടലുകൾ ഒരുപാടുണ്ടായിരിക്കുന്നു എന്നതാണ്. ഇപ്പോൾ KK റോഡിൽ മാത്രം ഏതാണ്ട് 12 ഇടത്ത് മണ്ണിടിഞ്ഞിട്ടുണ്ട് എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്താണ് ഇങ്ങനെ ഈ ചെറിയ ചെറിയ ഉരുൾപൊട്ടലുകളും മണ്ണിടിച്ചിലുകളും കൂടുതലായി ഉണ്ടാകുന്നത്? രണ്ട് ഘടകങ്ങൾ ഇതിലുണ്ട്. ഒന്ന്, നമ്മളുടെ നിർമ്മാണ രീതികളാണ്. നമ്മുടെ മലയോര മേഖലയിലാണെങ്കിലും റോഡിൻ്റെ അരികുകളൊക്കെ ആണെങ്കിലും നമ്മൾ മലയരിഞ്ഞ് മണ്ണിൻ്റെ ഉയരം ഫ്രീ സ്റ്റാൻഡിങ് ആയി ഒരു 2 മീറ്ററിലധികമൊക്കെ നിർത്തിക്കൊണ്ട് പണിയുന്നൊരു രീതിയാണ് നമ്മൾക്ക് മലയോര മേഖലയിലൊക്കെ കാലങ്ങളായിട്ടുള്ളത്. നമ്മൾക്ക് ഇന്ന് പ്രധാനമായും പ്രശ്നങ്ങൾ പകൽ സമയത്തുണ്ടായത്, അതിരാവിലെ ഉണ്ടായത് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി മേഖലയിലാണ്. പിന്നെ ഇടുക്കിയുടെയും എറണാകുളത്തിൻ്റെയും അതിർത്തി പ്രദേശങ്ങളിലും. ഇന്നലെ നമ്മൾ മീനച്ചൽ നദിയുടെ കാച്ച്മെൻറ്റിൽ, കൂടാതെ നമ്മൾ പമ്പ നദിയുടെ കാച്ച്മെൻറ്റിൽ ഒക്കെ പരിശോധിച്ചാൽ ഏതാണ്ട് 300 മില്ലിമീറ്ററിലധികം മഴ പെയ്ത സ്ഥലങ്ങളുണ്ട്. ഒരു 10-12 മണിക്കൂറിനിടയിലാണ് ഈ 300 മില്ലിമീറ്റർ മഴ പെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇന്നലെ രാത്രി, അർദ്ധരാത്രി വരെയും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, വലിയ കാര്യമായ മഴയോ ഒന്നുമില്ലായിരുന്നു. പക്ഷേ വളരെ തീവ്രമായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഏതാണ്ട് 2 ദിവസം മുമ്പേ മുതൽ പറഞ്ഞു തുടങ്ങിയതുപോലെ അതിതീവ്രമായ മഴ ഈ മേഖലയിൽ ഉണ്ടായിരുന്നു. ആ മഴയാണ് ഇത്തരം മണ്ണിടിച്ചിലിൻ്റെ ആണെങ്കിലും ഉരുൾപൊട്ടലിൻ്റെ ആണെങ്കിലും അതിൻ്റെ ആരംഭം കുറിക്കുന്നത്. എന്നാൽ എന്തുകൊണ്ട് ചില സ്ഥലങ്ങളിൽ ഇതുണ്ടാകുന്നു? ഉരുൾപൊട്ടലുണ്ടാകുന്നത് ഒരു വളരെ റാൻഡമായ പ്രോസസ്സാണ്. അതൊരു പ്രവചനാതീതമായ പ്രോസസ്സാണ്. അത് എന്തുകൊണ്ട് ഒരു പർട്ടിക്കുലർ പോയിന്റിൽ അത് ഉത്ഭവിച്ചു എന്നത് പ്രവചിക്കുക ഒരു കാര്യമല്ല. ശാസ്ത്രീയ സൂത്രവാക്യങ്ങളിലൂടെ ഇതാണ് അവിടെ ഇത് നിർബന്ധപൂർവം ഉണ്ടാക്കിയത് എന്ന് പറയുക എളുപ്പമല്ല. പല ഘടകങ്ങളുണ്ട്. ഭൂമിയുടെ ചരിവ്, അവിടുത്തെ മണ്ണിൻ്റെ അളവ്, മണ്ണിൻ്റെ സ്വഭാവം, വെള്ളം വാർന്നു പോകുന്നതിൻ്റെ വേഗത, ഇതെല്ലാം അവിടെ ഘടകങ്ങളാണ്. നമ്മുടെ മരങ്ങൾ അവിടെ ഉണ്ടെങ്കിൽ ആ മരങ്ങളുടെ വേരുകളുടെ വിന്യാസം, ഇതെല്ലാം പ്രധാനപ്പെട്ട ഘടകങ്ങളാണ്. പക്ഷേ നമ്മൾ കട്ട് സ്ലോപ്പുകളിൽ നമ്മൾ അരിഞ്ഞ് വീട് നിർമ്മിക്കാനൊക്കെ തട്ടുകളാക്കുന്ന പ്രക്രിയയിൽ അത്തരം സ്ഥലങ്ങളിൽ ഒരു നിശ്ചിത കാലം ഈ മണ്ണിൻ്റെ സ്വന്തം പശിമ കൊണ്ട് അതവിടെ നിൽക്കും. ചിലപ്പോൾ ഒരു 2 മീറ്ററിന് മുകളിലേക്ക് വരെ. പക്ഷേ 2 മീറ്ററിന് മുകളിലേക്ക് അരിഞ്ഞു നിർത്തിയിട്ടുള്ള ഒരു ചരിവും കേരളത്തിലെ മണ്ണിൻ്റെ സ്വഭാവ പ്രകൃതി കൊണ്ട് തന്നെ സുരക്ഷിതമല്ല. നമ്മുടെയൊക്കെ വീടുകൾ പലതും നമ്മൾ ശ്രദ്ധിച്ചാൽ മലയോര മേഖലയിൽ അത്തരം തട്ടുകളിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. നമ്മളുടെ റോഡ് അരികുകൾ പരിശോധിച്ചാലും നമ്മൾക്കത് കാണാം. വളരെ വെർട്ടിക്കലായ കിഴക്കാന്തൂക്കായി വെട്ടിയരിഞ്ഞ് നിർമ്മിച്ചിട്ടുള്ള തട്ടുകളിലാണ് അവയുണ്ടായിട്ടുള്ളത്. അപ്പോൾ അത്തരം സ്ഥലങ്ങളിൽ കാലാന്തരത്തിൽ മഴയുടെയും ചൂടിൻ്റെയും രണ്ടിൻ്റെയും വ്യതിയാനം കൊണ്ട്, അതായത് തണുപ്പും ചൂടും പല കാലങ്ങളിൽ വന്ന് അവിടെ നിന്ന് ഈ തട്ടുകൾ ഇടിഞ്ഞു പോകുന്ന സാഹചര്യം ഉണ്ടാകും. അപ്പോൾ ഇന്നലത്തെ നമ്മൾ അനുഭവം, അതായത് ഇന്ന് അതിരാവിലെ മുതലുള്ള അനുഭവം നോക്കിയാൽ പല സ്ഥലങ്ങളിലായി ഒരു 200ഓളം സ്ഥലങ്ങളിലെങ്കിലും നമ്മൾക്ക് ഇത്തരം മണ്ണിടിച്ചിലുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് ഒരു 300 മില്ലിമീറ്റർ മഴ, 200-നും 300 മില്ലിമീറ്റർ മഴ ലഭിച്ചാൽ ഇത്തരം സ്ഥലങ്ങളിൽ പ്രതീക്ഷിക്കേണ്ടത് തന്നെയാണ്. അത്തരം മഴയെ പൂർണ്ണമായും ഒരു 12 മണിക്കൂർ കൊണ്ട് ഞാൻ അങ്ങിലേക്ക് തിരികെ വരാം. ഡോക്ടർ നിത ഗോപാൽ, ഇപ്പം മീനച്ചിലാറ്റിൽ 5 അടി ജലം ഉണ്ടായിരുന്ന ഇടത്തു നിന്നാണ് ഇപ്പോൾ 22 അടിയിലേക്കൊക്കെ അതിൻ്റെ അളവ് മാറിയിരിക്കുന്നത്. ഇപ്പോൾ പമ്പയാറിൻ്റെ ജലനിരപ്പ് ഉയർന്നു. പമ്പയാറിൻ്റെ ജലനിരപ്പ് ഉയരുമ്പോൾ ഇത്രയും വ്യാപകമായ ജനവാസ മേഖലയിലേക്ക് പരന്നൊഴുകിയിട്ട് പോലും പലയിടങ്ങളിലും 18 അടിയൊക്കെയാണ് വെള്ളം ഉയർന്നിരിക്കുന്നത്. അത്രമേൽ ജലം എങ്ങനെയാണ് ഒരൊറ്റ ദിവസം കൊണ്ട്, മണിക്കൂറുകൾ കൊണ്ട് മാത്രം ഉണ്ടാകുന്നത് എന്നതാണ് അത്ഭുതം. ഒന്ന്, നമ്മൾ ഈ 1-2 സ്ഥലത്തല്ല ഇതുപോലെ അതിശക്തമായ മഴ പെയ്തിരിക്കുന്ന, വ്യാപകമായിട്ട് അതിശക്തമായ മഴയാണ്. അപ്പോൾ
അത്രയധികം മഴവെള്ളമാണ് ഭൂമിയിലേക്ക് പതിക്കുന്നത്. അതും വളരെ ചുരുങ്ങിയ ഒരു സമയത്താണ്. ഇന്നലെ ഏകദേശം ഒരു രാത്രി 9 മണിയോട് കൂടിയാണ് ഈ അതിശക്തമായ മഴ തുടങ്ങിയത്. അപ്പോൾ ആ ഒരു രാത്രിയിലെ ഒരു 10 അല്ലെങ്കിൽ 12 മണിക്കൂറിനകത്താണ് അതിശക്തമായ മഴ വ്യാപകമായിട്ട് പെയ്തത്. അപ്പോൾ അത്രയധികം മഴവെള്ളം ഒഴുകിപ്പോകാനുള്ള ഒരു സാവകാശം ഉണ്ടായില്ല. അതുകൊണ്ടാണ് ഇതൊരു മിന്നൽ പ്രളയമാണ് എന്ന് പറയുന്നത്. ഇത് വളരെ പെട്ടെന്ന് വരുന്നു, വളരെയധികം നാശനഷ്ടം ഉണ്ടാക്കുന്നു. അങ്ങനെ അതാണ് മിന്നൽ പ്രളയം എന്ന് പറയുന്നത്. പക്ഷെ അതല്ലാതെ നമ്മൾ സാധാരണഗതിയിൽ കുറെ ദിവസം മഴ പെയ്ത് നദികളിൽ അടിക്കടി ജലനിരപ്പ് ഉയർന്നു വരുന്ന പ്രളയം എന്ന് പറയുന്നത് നമുക്ക് മുൻകരുതലുകൾ എടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ്. പക്ഷെ ഈ മിന്നൽ പ്രളയം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് യാതൊരു നോട്ടീസോ അല്ലെങ്കിൽ നമുക്കൊരു റിയാക്ഷൻ ടൈമോ ഇല്ലാതെ വരുന്നത് കൊണ്ടാണ് ഇത് വളരെ അപകടകാരിയാവുന്നത്. ഡോക്ടർ നിത, പക്ഷേ ഇപ്പോൾ 2018 മുതൽ ഇങ്ങോട്ട് എപ്പോഴൊക്കെ ഈ മഴപ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിലും നമുക്ക് ദുരന്ത നിവാരണ അതോറിറ്റി ആണെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട ആളുകളാണെങ്കിലും അധികൃതരാണെങ്കിലും ഒക്കെ നൽകുന്നൊരു വിശദീകരണം എന്ന് പറയുന്നത് പെട്ടെന്ന് മഴ പെയ്യുന്നു, എന്ത് ചെയ്യാനാണ്, പെട്ടെന്ന് മഴ പെയ്യുന്നു, എന്ത് ചെയ്യാനാണ്, വളരെ കൂടുതൽ അളവ് മഴ വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ കിട്ടുന്നു. അതെ, ഞാൻ അതിലേക്കാണ് വരുന്നത്. ഇപ്പൊ നമ്മള് എല്ലായ്പ്പോഴും പറഞ്ഞൊരു സാധാരണമായി പോയ ഒരു കാര്യമാണ് ഈ ഗ്ലോബൽ വാർമിംഗ് അല്ലെങ്കിൽ ആഗോളതാപനം എന്ന് പറഞ്ഞാൽ. അത് അത്ര സാധാരണ കാര്യമല്ല, നമുക്ക് അത്ര സാധാരണമായിട്ട് അവഗണിക്കാവുന്ന ഒരു കാര്യമല്ല. ആഗോളതാപനത്തിന്റെ ഫലമായിട്ട് വായുവിൽ, അന്തരീക്ഷ വായുവിന് താങ്ങി നിർത്താൻ പറ്റുന്ന നീരാവിയുടെ അളവ് വളരെ കൂടിയത് കൊണ്ട് ഒരു പെയ്യുന്ന മഴ എന്ന് പറഞ്ഞാൽ അതിശക്തമായ മഴയായിരിക്കും. അതുപോലെ തന്നെ ഈ ക്ലൈമറ്റ് ചേഞ്ചിന്റെ ഭാഗമായിട്ട് വന്ന് നമ്മൾ വെതർ എക്സ്ട്രീംസ് കൂടി എന്ന് പറയുന്നത്, ഇത് മഴ പെയ്യുമ്പോൾ അതിശക്തമായ മഴ പെയ്യുക, അതും ചെറിയൊരു സമയത്തേക്ക്, പിന്നെ അതിനുശേഷം കുറച്ചു നേരത്തേക്ക് മഴയൊന്നും ഇല്ലാതിരിക്കുക. അപ്പൊ അങ്ങനെയുള്ള ആ ഒരു കോൺട്രഡിക്റ്റിംഗ് വെതർ പാറ്റേൺ ഈ ക്ലൈമറ്റ് ചേഞ്ചിന്റെ ഒരു പാർട്ടാണ്. ഗ്ലോബൽ വാർമിങ്ങിന്റെയും ക്ലൈമറ്റ് ചേഞ്ചിന്റെയും ഒരു റിസൾട്ട് ആണത്. അപ്പൊ അതുകൊണ്ട് ഈ 2018 പ്രളയം മുതൽ നിന്ന് എല്ലാവരും വന്നു. പക്ഷെ 2018 പകരം അത് ഞാൻ 2016 പറയുള്ളൂ. കാരണം നമുക്ക് കാലാവസ്ഥാ വ്യതിയാനം വന്നതിന്റെ ഏറ്റവും ആദ്യത്തെ ലക്ഷണമായിട്ടുള്ള ഹീറ്റ് വേവ് തുടങ്ങിയത് 2016 അതിനുശേഷമാണ് നമ്മൾക്ക് പല രീതിയിൽ ഇതുപോലെയുള്ള ക്ലൈമറ്റ് വെതർ എക്സ്ട്രീംസ് നമ്മൾക്ക് അനുഭവപ്പെട്ടു തുടങ്ങി. അപ്പൊ ഇനി അങ്ങോട്ടേക്കുള്ള എല്ലാ കാലത്തും ഈ വളരെ പെട്ടെന്ന് അതിശക്തമായ മഴ വന്ന് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി പോകുന്ന ഒരു സാഹചര്യമാണ് ഇനിയും അങ്ങോട്ടേക്ക് വരാനുള്ളത്. അപ്പൊ ഇതിനെ നമ്മള് മുന്നറിയിപ്പുകൾ ഉണ്ടെങ്കിൽ നമ്മൾ മുന്നൊരുക്കങ്ങൾ നടത്തി നേരിടുക എന്നുള്ള ഒരു വഴിയേ ഉള്ളൂ. ഇതിന്റെ അകത്ത് നമ്മൾ മുന്നറിയിപ്പുകളൊക്കെ നൽകിയാലും ശേഖർ സാർ ആദ്യം സൂചിപ്പിച്ച പോലെ നമ്മളുടെ വൾണറബിലിറ്റി അല്ലെങ്കിൽ അപകട സാധ്യത വളരെയധികം കൂടിയിട്ടുണ്ട്. അപ്പൊ ഒരു സീസണിൽ പോലും നമ്മൾ സേഫ് അല്ല. അതുപോലെ തന്നെ നമ്മളുടെ മലയോര മേഖലകൾ വളരെയധികം എന്താ പറയുക അപകടങ്ങൾ ഉണ്ടാവുന്ന രീതിയിലേക്ക് ഇപ്പൊ സാർ പറഞ്ഞ പോലെ 20-30 സെന്റിമീറ്റർ മഴയൊക്കെ പെയ്തു കഴിഞ്ഞാൽ അപകടം ഏകദേശം ഉറപ്പാണെന്നുള്ള ഒരു സ്ഥിതിയിലാണ് നമ്മൾ ഇപ്പോൾ ഉള്ളത്. അപ്പൊ അതൊരു കാലാവസ്ഥ മാറ്റത്തിന്റെ ഒരു ഭാഗമായിട്ട് കൂടി നമ്മൾ അതിന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ശരി, ഡോക്ടർ ശേഖർ കുര്യാക്കോസ്, ഇപ്പൊ മഴക്കാലം വന്നാൽ ഏത് സമയത്തും അപകടം ഉണ്ടാകാം എന്നൊരവസ്ഥയിലേക്ക് നമ്മൾ മാറിയിട്ടുണ്ടോ? ഏത് സമയത്തും എവിടെ വേണമെങ്കിലും അപകടം ഉണ്ടാക്കാം. ഞാൻ നേരത്തെ മിനിസ്റ്ററോട് ചോദിക്കുകയായിരുന്നു, നമുക്കങ്ങനെ സംസ്ഥാനത്തെ വിവിധ ഭാഗങ്ങളെ അപകട സാധ്യത കൂടിയ ഇടം, അപകട സാധ്യത കുറഞ്ഞ ഇടം എന്ന് വേർതിരിക്കാൻ പോലും കഴിയാത്ത സാഹചര്യത്തിൽ നമ്മുടെ ഒരു ഭൂപ്രകൃതി മാറിയിട്ടുണ്ടോ? ഈ മണ്ണിടിച്ചിലുകളും ഈ ദുരന്തങ്ങളുമൊക്കെ കേരളത്തിൻ്റെ ചരിത്രത്തിൻ്റെ ഭാഗമായി തന്നെ ഉണ്ട്. 100-150 കൊല്ലത്തെ ചരിത്രം എടുത്താലും എപ്പോഴൊക്കെ മഴയുണ്ടോ അപ്പോഴൊക്കെ ചെറുതും വലുതുമായ അളവിൽ ഇത്തരം പ്രതിഭാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇന്ന് നിങ്ങൾ മാധ്യമങ്ങൾ അത് കൃത്യമായി നമ്മളുടെ എല്ലാം മുന്നിലേക്ക് കൊണ്ടുവരും. അപ്പോൾ വളരെ ചെറിയൊരു മണ്ണിടിച്ചിൽ പോലും, ഒരു റോഡിൽ തടസ്സമുണ്ടാക്കുന്ന മണ്ണിടിച്ചിൽ പോലും നമ്മളുടെ മുന്നിലേക്ക് വരികയാണ്. അപ്പോൾ വിവരത്തിൻ്റെ വലിയൊരു ശേഖരണം കേന്ദ്രീകൃതമായി ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ പൊതുവിൽ കാണുമ്പോൾ ഇത് ഇത്രയും എണ്ണം ഉണ്ടായല്ലോ എന്ന് നമ്മൾ ചിന്തിക്കും. പക്ഷേ ഇതൊന്നും കേരളത്തിൽ അന്യമല്ല, ഉണ്ടായിട്ടുള്ള ഈ കാലം വരെയും ഉണ്ടാകാതിരുന്നിട്ടുള്ളതല്ല. ഒരു വ്യത്യാസമുണ്ട്. ഒന്ന്, മഴയുടെ തീവ്രത, മഴ പെയ്യുന്ന രീതി. ഇപ്പോൾ ഈ വർഷം നോക്കൂ, ഇത്രയും സമയം വരെ, അതായത് ജൂൺ മാസം മുതൽ ഈ ഓഗസ്റ്റ് മാസത്തിൻ്റെ ആരംഭം വരെ കാര്യമായ മഴയില്ലായിരുന്നു. നമ്മളുടെ അണക്കെട്ടുകൾ പരിശോധിക്കൂ, ഇടുക്കി അണക്കെട്ടിൽ ഒരു 33% വെള്ളമേ ഉള്ളൂ. അപ്പോൾ മഴ കാര്യമായിട്ടില്ലാതിരുന്ന ഒരു തെക്ക് പടിഞ്ഞാറൻ കാലവർഷത്തിൽ വളരെ പെട്ടെന്നാണ് ശക്തമായ മഴ വന്നിട്ടുള്ളത്. അതാണ് ഒന്ന്. രണ്ട്, നമ്മളുടെ ഭൂവിനിയോഗത്തിൽ നമ്മൾ ഗണ്യമായി നഗരവൽക്കരിക്കപ്പെട്ടിട്ടുണ്ട്. വലിയ അളവിൽ നമ്മളുടെ നിർമ്മാണ രീതികൾ പോലും നഗര കേന്ദ്രീകൃത നിർമ്മാണ രീതികളാണ്. നമ്മളുടെ കേരള ഡെവലപ്മെൻറ്റ് റിപ്പോർട്ടൊക്കെ വായിച്ചാൽ എന്തുമാത്രം
പ്രദേശങ്ങൾ പുതുതായി നിർമ്മിതികൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് കാണാം. അപ്പോൾ ആ നിർമ്മിതികൾ ഉണ്ടാക്കുന്ന ഒരു ബുദ്ധിമുട്ട്, ഒന്ന്, മുൻകാലങ്ങളിൽ വാസയോഗ്യമല്ല എന്ന് മനുഷ്യൻ കരുതിയിരുന്ന സ്ഥലങ്ങളിലേക്ക് മനുഷ്യൻ എത്തപ്പെട്ടിട്ടുണ്ട്. അവിടെ ചരിവുകൾ, മലഞ്ചരിവുകൾ അരിഞ്ഞ് നമ്മൾ ആ ചരിവുകളിൽ തിട്ടകൾ സൃഷ്ടിച്ച് ആ തിട്ടകളിൽ നമ്മൾ ഗൃഹനിർമ്മാണവും റോഡ് നിർമ്മാണവും ഒക്കെ നടത്തിയിട്ടുണ്ട്. അതുകൂടാതെ അത്തരം സ്ഥലങ്ങളിൽ നമ്മൾക്ക് അതിശക്തമായ മഴയും വന്നെത്തുന്നുണ്ട്. കാരണം ഇപ്പോഴത്തെ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഒരു അനന്തരഫലം എന്ന നിലയിൽ പല പ്രദേശങ്ങളിലും അതിശക്തമായി കേന്ദ്രീകൃതമായ മഴ ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവയുടെ രണ്ടും, പ്രകൃതിയുടെ ഒരു രീതിയും ഭൂവിനിയോഗത്തിൻ്റെ മറ്റൊരു രീതിയും ചേർന്നുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളാണ്. മൂന്നാമത്, വിവരശേഖരണം കൂടുതൽ കൃത്യതയുള്ളതാണ്, കൂടുതൽ വ്യാപകമാണ്. മാധ്യമങ്ങളിലൂടെ നമ്മളെല്ലാവരും അത് കാണുന്നുണ്ട്. അപ്പം നമ്മളുടെ പെർസെപ്ഷനെ, നമ്മളുടെ ചിന്താരീതിയെ അത് കൂടുതൽ എൻട്രി ചെയ്യുന്നുണ്ട്. ഇത്രയും സംഭവങ്ങൾ ഉണ്ടായല്ലോ എന്ന അഭിപ്രായം അതുകൊണ്ടാണ് ഉണ്ടാകുന്നത്. പക്ഷെ സൂക്ഷ്മതലത്തിൽ നമ്മൾ പരിശോധിച്ചാൽ, ആർക്കൈവുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കാണുന്നത് ഇത്തരം മണ്ണിടിച്ചിലുകളൊക്കെ കാലാകാലങ്ങളിൽ കേരളത്തിൽ ധാരാളം ഉണ്ടായിട്ടുണ്ട്. ലഘൂകരിക്കുവാൻ വേണ്ടി പറയുന്നതല്ല, പക്ഷേ അതിനോടൊപ്പം നമ്മൾ കാണേണ്ടുന്നത് 50 കൊല്ലം മുമ്പുള്ള മലയാളിയുടെ സാമ്പത്തിക ആസ്തിയല്ല ഇപ്പോഴത്തെ മലയാളികളുടെ സാമ്പത്തിക ആസ്തി, മലയാളികളുടെ അസറ്റിൻ്റെ ആസ്തി. അപ്പോൾ നമ്മളുടെ ചെറിയ ചെറിയ മഴ പോലും, ഒരു റോഡിൻ്റെ ഒരു ചെറിയ ഭാഗം ഇടിഞ്ഞാലും, ഒരു കടയിൽ വെള്ളം കയറിയാലും അവിടെ ഉണ്ടാകുന്ന നഷ്ടത്തിൻ്റെ തോത് വലുതായിട്ടും. ശരി, അത് ശരിയാണ് ഡോക്ടർ. പക്ഷേ അതേസമയത്ത് തന്നെ നമുക്ക് ഓർമ്മേണ്ടി ഇപ്പോൾ 2018 മഴ പെയ്തു. 2018 വലിയ പ്രളയമുണ്ടായി, അത് നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ശേഷം ഇപ്പോൾ കഴിഞ്ഞ വർഷമൊക്കെ ഈ പറയുന്ന സമയത്ത് ഇത്രയും വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല. അപ്പോൾ അത് അനുവാദരഹിതമായ തരത്തിൽ ചില നാശനഷ്ടങ്ങളും ഈ അപകടങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോഴാണ് നമുക്കത് പ്രേക്ഷകരിലേക്ക് എത്തിക്കാനും സാധിക്കുന്നത്. ഇപ്പോൾ 2018 തീവ്രത അടക്കമുള്ള പ്രശ്നങ്ങൾ കഴിഞ്ഞ വർഷങ്ങളിലൊന്നും ഉണ്ടായിട്ടില്ല, നമ്മൾ ആ നിലയ്ക്ക് കൊണ്ടുവന്നിട്ടുമില്ല. ഇന്നൊരൊറ്റ ദിവസം കൊണ്ട് എന്നുള്ളതാണ്, 4-5 മണിക്കൂറിനുള്ളിൽ ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും അതിലേക്ക് നേരത്തെ പറഞ്ഞൊരു സാഹചര്യമുണ്ട്, ഗുരുതരമായ ചില സാഹചര്യമുണ്ട്. ഇനി കൂടുതൽ വെള്ളമൊഴുക്ക് ആറന്മുളയിലേക്ക് എത്തിയിട്ടുണ്ട് എങ്കിൽ അത് കൂടുതൽ ആശങ്കയുണ്ടാക്കുന്ന സാഹചര്യമാണ്. ഇപ്പോൾ അവിടുത്തെ സാഹചര്യം എന്താണ്? മഴ കുറഞ്ഞിട്ടുണ്ടോ? മാധു, ഇത് ഈ റാന്നിയിലുണ്ടാകുന്ന ഏത് ദുരന്തത്തിൻ്റെയും ആഫ്റ്റർ എഫക്റ്റ് ഉണ്ടാകുന്നത് ആറന്മുളയിലാണ്. കാരണം റാന്നിയിലുണ്ടാകുന്ന ആ മഴ വെള്ളം ഒഴുകി പോകേണ്ടത് പമ്പയാറ്റിലൂടെയാണ്. അപ്പോൾ പമ്പയാറ്റിലൂടെ ആ വെള്ളം ഒഴുകി പോകുമ്പോൾ ആദ്യം കരകവിഞ്ഞ് ഒഴുകുന്നത് ആറന്മുളയിലാണ്. അപ്പോൾ അതിൻ്റെ ഏറ്റവും കൂടുതൽ ആഫ്റ്റർ എഫക്റ്റ് ഉണ്ടാകുന്നത് ആറന്മുളയിലാണ്. അപ്പോൾ റാന്നിയിൽ ഇത്ര വലിയ ദുരിതം ഉണ്ടാകുമ്പോൾ അത്രയും വലിയ ദുരിതം തന്നെ ആറന്മുളയിൽ ഉണ്ടാകും എന്നുള്ളതാണ് അതിൻ്റെ കാര്യം. ഇപ്പോൾ ഇന്ന് രാവിലെ വളരെ അപ്രതീക്ഷിതമായിട്ടാണ് റാന്നിയിലുണ്ടായത്. അതുകൊണ്ട് തന്നെ അപ്രതീക്ഷിതമായിട്ടാണ് ആറന്മുളയിലും വെള്ളം ഉയർന്നു വന്നത്. ഇപ്പോൾ രാവിലെ ഞാനൊരു 6:30-7 മണിയോടുകൂടി നമ്മുടെ ആറന്മുള ക്ഷേത്രത്തിൻ്റെ സത്രത്തിൻ്റെ അവിടെ വന്നപ്പോൾ ഞാൻ വണ്ടിയും കൊണ്ട് നടന്നാണ് പോയത്. പക്ഷേ ഇപ്പോൾ നമുക്ക് അവിടെ വണ്ടി പോയിട്ട്, നമുക്ക് ആളുകൾക്ക് പോയിട്ട് പോകാൻ പറ്റാത്ത രീതിയിൽ ഒരു 1.5 ആളി പൊക്കത്തിൽ വെള്ളവും അതിൽ ഭീകരമായ കുത്തൊഴുക്കുമുള്ള ഒരു സ്ഥലമായി മാറി. എന്ന് പറഞ്ഞാൽ അത്രയധികം വെള്ളം അങ്ങോട്ട് വന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇത് 2018 സമാനമായ രീതിയിലാണ് വെള്ളം വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്രയും വെള്ളം വന്നിട്ടില്ല, പക്ഷേ അതിന് സമാനമായ രീതിയിൽ വെള്ളം വരുന്നുണ്ട്. രാവിലെ തന്നെ നമ്മൾ ക്യാമ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ രാവിലെ തന്നെ ചെയ്തിരുന്നു. ഇപ്പോൾ നിലവിൽ ആറന്മുള നിയോജകമണ്ഡലത്തിൽ മാത്രം 15 ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട്. ഇനിയും കൂടുതൽ ക്യാമ്പുകൾ വേണം എന്നുണ്ടെങ്കിൽ ആ ക്യാമ്പുകൾ തുറക്കാൻ സന്നദ്ധമാണ്. നമ്മൾ ക്യാമ്പുകൾ ഐഡൻറ്റിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആളുകൾക്ക് മാറാൻ തയ്യാറാകണം എന്നത് മാത്രമാണ് നമ്മുടെ അഭ്യർത്ഥന. ഒരു ചെറിയ റിസ്ക് ഉള്ള സ്ഥലമാണെങ്കിൽ പോലും നമ്മൾ ആളുകളോട് എങ്ങനെയെങ്കിലും അവിടുന്ന് മാറുക, ഒരു 24 hour എങ്കിലും മാറി നിന്ന് ഈ ഒരു വിഷയമൊന്ന് കാമാവുന്നവരെ, സെറ്റിലാവുന്നവരെ 24 മണിക്കൂറെങ്കിലും മാറണമെന്നുള്ളൊരു അഭ്യർത്ഥന മാത്രമാണ് നമുക്ക് കൊടുക്കാനുള്ളത്. കാരണം അധികം ഇരുട്ടിക്കഴിഞ്ഞാലുള്ള പ്രശ്നം, ഈ പല ആളുകളും വെള്ളം വരില്ല എന്നോർത്ത് വീടിൻ്റെ മുകളിലൊക്കെ കഴിയുന്നവരുണ്ട്. അപ്പോൾ അവരുടെ പ്രശ്നം ഈ രാത്രി കറണ്ടുമില്ല, അതിനോടൊപ്പം തന്നെ ആളുകൾ പലരും അവിടെ ഇല്ല. അപ്പോൾ ഒരു വലിയ ഭീകരാന്തരീക്ഷമായി അവർക്ക് തോന്നും. അപ്പോൾ രാത്രി പിന്നെ നമുക്ക് അവിടെ നിന്ന് മാറ്റുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ ഒരു റിസ്ക് ആണ്. അപ്പോൾ ഈ ഒറ്റപ്പെട്ടയിടങ്ങളിലൊക്കെ ആളുകൾ ഇപ്പോഴും വീടുകളിൽ തുടരാൻ തന്നെ സന്നദ്ധരായി നിൽക്കുന്നവരുണ്ടോ? സഹായം ആവശ്യപ്പെട്ട് മുഴുവൻ ആളുകളെയും മാറ്റാൻ സാധിച്ചിട്ടുണ്ടോ? ഉണ്ട്. സഹായം ആവശ്യപ്പെട്ട മുഴുവൻ ആളുകളെയും മാറ്റിയിട്ടുണ്ട്. ഞാൻ തന്നെ നിർബന്ധിച്ച് പലരെയും അവിടെ നിന്ന് മാറ്റി ക്യാമ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ നിർബന്ധിച്ചിട്ടും വരാത്ത ആളുകളുമുണ്ട്. അപ്പോൾ ഞാൻ ഈ നിർബന്ധിച്ചിട്ടും വരാത്ത ആളുകൾ എന്നൊക്കെ പറയുമ്പോൾ അവരുടെ ഒരു കോൺഫിഡൻസിലാണ് അവർ നിൽക്കുന്നത്. ഒന്ന്, അവർക്ക് വെള്ളം അവർക്കൊരു ശീലമായിട്ടുള്ളവരാണ്. പക്ഷേ എങ്കിൽ പോലും നമ്മൾ ചില സാഹചര്യങ്ങൾ, ഇപ്പോൾ ഇന്ന് രാത്രി മഴ പെയ്യില്ല എന്നുള്ള വിശ്വാസത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. പക്ഷേ ഇന്ന് രാത്രി മഴ പെയ്താൽ നമ്മൾ എന്ത് ചെയ്യും
എന്നുള്ള ഒരു വിഷയം നമ്മുടെ മുമ്പിലുണ്ട്. ഇപ്പോൾ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു പീക്കിലാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മളിപ്പോൾ കൺട്രോൾ ചെയ്താണ് നിർത്തിയിരിക്കുന്നത്. പക്ഷേ ഇതിന് മുകളിലായിട്ട് വെള്ളം വന്നാൽ നമ്മൾ എന്ത് ചെയ്യും എന്നുള്ളതൊരു ആശങ്ക ഉയർത്തുന്ന ചോദ്യമാണ്. എങ്കിൽ പോലും അത് നേരിടാനുള്ള കാര്യങ്ങളൊക്കെ ക്രമീകരണങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇന്ന് രാത്രി നമുക്ക് ചെറിയ ഫൈബർ ബോട്ടുകൾ ഇറങ്ങാത്ത സ്ഥലത്ത് മത്സ്യബന്ധന യാനങ്ങൾ ഇറക്കാൻ വേണ്ടി അത് കൊണ്ട് ഇപ്പോൾ നമ്മൾ ആറന്മുള നിയോജകമണ്ഡലത്തിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അത് ഇറക്കുന്നതാണ്. അത് മാത്രമല്ല, ഇനിയിപ്പോൾ രാവിലെ മുതൽ റാന്നിയിലായിരുന്നു കൂടുതൽ പ്രശ്നം എന്നുള്ളത് കൊണ്ട് ജില്ലയിലെ വിവിധ ഇടങ്ങളിൽ നിന്നുള്ള NDRF സംഘങ്ങളും ഫയർഫോഴ്സും ഒക്കെ റാന്നി കോൺസെൻട്രേറ്റ് ചെയ്താണ് നിന്നത്. അത് വൈകുന്നേരത്തോടു കൂടി നമ്മൾ അതിനകത്ത് 1-2 ടീമുകളെ തിരിച്ചു വിളിക്കുകയും, കാരണം ആ റാന്നിയുടെ അതേ ആഫ്റ്റർ എഫക്റ്റ് ആറന്മുളയിൽ ഉണ്ടായി തുടങ്ങിയതുകൊണ്ട് 1-2 ടീമുകളെ തിരിച്ചു വിളിക്കുകയും അത് പോരാഞ്ഞിട്ട് നമ്മൾ കൊല്ലത്ത് നിന്നും ആലപ്പുഴയിൽ നിന്നും അഡീഷണൽ സംഘങ്ങളെ ഇങ്ങോട്ട് നിയോഗിക്കുകയും ചെയ്തിട്ടുണ്ട്. അതും പോരാഞ്ഞ് നമ്മുടെ സന്നദ്ധ സംഘടനകളും പ്രത്യേകിച്ച് ഈ പള്ളിയോട സേവാ സംഘവും ഒക്കെ തന്നെ അവരുടെ ബോട്ടുകളൊക്കെയായി വളരെ കൃത്യമായിട്ട് നിൽക്കുകയാണ്. അടിയന്തര സാഹചര്യം ഉണ്ടായാൽ നേരിടാനുള്ള പരമാവധി തയ്യാറെടുപ്പുകൾ എടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇവിടെ മന്ത്രി തന്നെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. മന്ത്രി ഇപ്പോൾ കോഴഞ്ചേരി റെസ്റ്റ് ഹൗസിലുണ്ട്. ആ റെസ്റ്റ് ഹൗസിൽ ക്യാമ്പ് ചെയ്ത് കളക്ടറും മന്ത്രി SP അടക്കമുള്ള എല്ലാ ഉന്നത ഉദ്യോഗസ്ഥരും ഇവിടെയുണ്ട്. രാത്രി ഏത് സാഹചര്യം വന്നാലും നേരിടാനുള്ള ക്രമീകരണങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് വെള്ളത്തിൻ്റെ കാര്യമാണ് ഇതിലൊരു റെഡ് അലേർട്ട് പോലെ നിലനിൽക്കുന്ന ഒരു വിഷയമാണ്. അപ്പോൾ മഴ പെയ്തു കഴിഞ്ഞാൽ ഇനി എന്തെങ്കിലും ഉരുൾപൊട്ടലോ അല്ലെങ്കിൽ കനത്ത മഴ ഇന്നലെ പെയ്ത പോലെ അതിതീവ്രമായൊരു മഴയോ പെയ്താൽ അത് സ്ഥിതി ആശങ്കാജനകമായി മാറും. അതുകൊണ്ടാണ് നമ്മൾ ആളുകളോട് അവിടെ നിന്ന് മാറണം എന്ന് നമ്മൾ അഭ്യർത്ഥിക്കുന്നത്. ഒരു ചെറിയ റിസ്ക് ആണെങ്കിൽ പോലും അവരൊരു 24 മണിക്കൂർ നേരത്തേക്ക് അവർ ഈ ക്യാമ്പുകളിലോ അല്ലെങ്കിൽ അവരുടെ അടുത്ത ബന്ധുക്കളുടെ സേഫായിട്ടുള്ള അവരുടെ ബന്ധുക്കളുടെ വീടുകളിലോ എവിടെയെങ്കിലും പോയി ഒന്ന് ഈ ഒരു 24 അവർ നിൽക്കണമെന്നുള്ളതാണ് നമ്മുടെ അഭ്യർത്ഥന. ആ അഭ്യർത്ഥന മാനിക്കണമെന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ദുരിതാശ്വാസ കേന്ദ്രങ്ങളൊക്കെ പെട്ടെന്ന് തയ്യാറാക്കിയതാണ്. അവിടേക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം ഉണ്ടോ? ആളുകൾക്ക് താമസിക്കാൻ കഴിയുന്ന സാധനങ്ങളൊക്കെ ഉണ്ടോ? വീട്ടിൽ നിന്ന് പെട്ടെന്ന് ഇറങ്ങി വരേണ്ടി വന്ന ആളുകളാണ്. അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഇത് ഐഡൻറ്റിഫൈ ചെയ്ത് വെച്ചിരുന്നു. കാരണം ഒരു 1.5 മാസം മുമ്പ് തന്നെ നമ്മൾ മഴക്കാല പൂർവ്വ ഒരു യോഗം കളക്ടറേറ്റിൽ കൂടുകയും ദുരിതാശ്വാസ ക്യാമ്പുകളായി പ്രവർത്തിപ്പിക്കേണ്ട സ്ഥലങ്ങളെ കുറിച്ച് ഐഡൻറ്റിഫൈ ചെയ്ത് വെച്ചിരുന്നു. ഐഡൻറ്റിഫൈ ചെയ്ത അതേ സ്ഥലങ്ങൾ തന്നെ ഇന്ന് നമുക്ക് തുറക്കാൻ സാധിച്ചു. അങ്ങനെയാണ് 15 ഇടത്ത് പെട്ടെന്ന് തന്നെ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറക്കാൻ സാധിച്ചത്. അത് മാത്രമല്ല, ഇനിയും ദുരിതാശ്വാസ ക്യാമ്പുകൾ വേണമെന്നുണ്ടെങ്കിൽ തുറക്കാൻ സജ്ജമാണ്. ക്രമീകരണങ്ങളെല്ലാം ഒരുക്കിയിട്ടുണ്ട്. അത് റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥർ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. കാരണം അവരുടെ വേണ്ട ഭക്ഷണം, അവിടേക്ക് വേണ്ട ജനറേറ്റർ, അവർക്ക് വേണ്ട അത്യാവശ്യ വസ്ത്രങ്ങൾ, കിടക്കാൻ വേണ്ട കാര്യങ്ങൾ, പിന്നെ അവരുടെ ശുചീകരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇതൊക്കെ തന്നെ അത് റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥർ അതൊക്കെ ഒരുക്കുന്നുണ്ട്. ഇനി അത് അവർ പോരാഞ്ഞിട്ട് പുറത്തു നിന്നുള്ള ആളുകളുടെ സഹായവും ഒക്കെ അതിന് കിട്ടുന്നുണ്ട്. അതൊക്കെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ ഉള്ളത്. കാരണം അത് ഞാൻ പറഞ്ഞല്ലോ, ഇത് മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു പീക്കിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. പക്ഷേ ഇതിൽ കൂടുതൽ ഇന്ന് രാത്രി ഒരു പ്രധാനപ്പെട്ട സമയമാണ്. ഇന്ന് രാത്രിയിലത്തെ ഒരു അവസ്ഥ അതനുസരിച്ചായിരിക്കും നാളത്തെ കാര്യങ്ങൾ. കാരണം ഇന്ന് രാത്രി കൂടുതൽ മഴയൊന്നും പെയ്യില്ല എന്നുള്ള വിശ്വാസത്തിൽ, അങ്ങനെ പെയ്തില്ല എന്നുണ്ടെങ്കിൽ നാളെ ഉച്ച കഴിയുമ്പോഴേക്കും അത് സെറ്റിൽ ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാവും. കാരണം ഈ വെള്ളം തോട്ടപ്പള്ളി സ്പിൽവേയിലൂടെ പുറത്തോട്ട് ഒഴുകുന്നുണ്ട്. മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരുന്നാൽ നമുക്ക് നാളെ വൈകുന്നേരത്തോടു കൂടി സെറ്റിൽ ചെയ്യാൻ സാധിക്കും. പിന്നെ അവിടെ ആറന്മുളയുമായി ബന്ധപ്പെട്ട് വള്ളസദ്യ അവിടെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് വള്ളസദ്യ കഴിക്കാൻ വന്നവർ അല്ലെങ്കിൽ വള്ളസദ്യ നേർച്ചയായി വന്നവരൊക്കെ അവിടെ കുടുങ്ങിയ ഒരവസ്ഥയുണ്ടായിരുന്നു. രാവിലെ തന്നെ കുറച്ചുപേരെ മാറ്റി. വൈകുന്നേരമായപ്പോൾ വള്ളസദ്യ നമ്മൾ കരയിലൂടെ പോയി തന്നെ വള്ളസദ്യ നടത്തി പോകുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർ വൈകുന്നേരം കുടുങ്ങിയവരെയൊക്കെ നമ്മൾ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിയിട്ടുണ്ട്. സ്ഥിതി ഇപ്പോൾ നിയന്ത്രണ വിധേയമാണ്. രാത്രിയിലത്തെ അവസ്ഥ നോക്കിയാണ് ബാക്കി കാര്യങ്ങൾ. ദൈവാനുഗ്രഹത്തിൽ അത് കുഴപ്പമൊന്നും ഉണ്ടാവാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ശരി, വളരെയധികം നന്ദി അഡ്വക്കേറ്റ് അബിൻ വർക്കി ഞങ്ങളോട് സംസാരിച്ചതിന്. ഇന്ന് രാവിലെ മുതൽ അവിടെ ഈ രക്ഷാപ്രവർത്തനത്തിലും ഏകോപനത്തിലുമൊക്കെ അദ്ദേഹവും പൂർണ്ണസമയം നിൽക്കുകയാണ്. മന്ത്രി അവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. SP അടക്കമുള്ളവരുണ്ട്. രാത്രി എന്ത് അടിയന്തര സാഹചര്യം ഉണ്ടായാലും നേരിടാനുള്ള സംവിധാനങ്ങൾ NDRF സംഘത്തിനെ അടക്കം റാന്നിയിൽ നിന്ന് ആറന്മുളയിലേക്ക് 1-2 സംഘത്തെ കൊണ്ടുവന്നിട്ടുണ്ട്. കൊല്ലത്തു നിന്നും മറ്റും കൂടുതൽ ആളുകളെ എത്തിച്ചിട്ടുണ്ട്. എന്തെങ്കിലും അടിയന്തര സാഹചര്യം ഉണ്ടായാൽ നേരിടാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ഉണ്ട് എന്നതാണ്. സാധ്യമായ എല്ലാ തയ്യാറെടുപ്പുകളുമുണ്ട്. ഇന്നത്തെ രാത്രി നിർണായകമാണ് എന്നത് കൂടി അദ്ദേഹം പറയുകയും ചെയ്തു. ഡോക്ടർ P. വിജയകുമാർ നമ്മളോടൊപ്പമുണ്ട്. അദ്ദേഹം കാലാവസ്ഥാ വിദഗ്ധൻ കൂടിയാണ്. അദ്ദേഹത്തിലേക്ക് കൂടി പോകാം. ഡോക്ടർ P. വിജയകുമാർ, എല്ലാവരും പറയുന്നത് ഇന്നത്തെ ഒരു ദിവസം, ഇന്നത്തെ രാത്രി പെയ്യുന്ന മഴ എന്നുള്ളൊരു കാര്യമാണ്. നമ്മൾ ഇപ്പോൾ ചെയ്യാൻ കഴിയുന്ന പരമാവധി കാര്യങ്ങൾ ചെയ്തിരിക്കുന്നതാണ്. നമ്മുടെ മഴ മുന്നറിയിപ്പുകൾ അനുസരിച്ച് കൂടുതൽ മഴയുണ്ടാകാനുള്ള സാധ്യതയാണോ കാണുന്നത്? നമ്മുടെ IMDയുടെ പ്രവചന പ്രകാരം നേരത്തെ ഡയറക്ടർ പറയുന്നത് പോലെ തന്നെ നാളെയും കൂടി നമ്മൾ ശക്തമായ മഴ തന്നെ പ്രതീക്ഷിക്കണം. ഇന്നത്തോളം ശക്തമായ മഴയാവുമോ എന്ന് നമുക്കറിയില്ല. നമ്മുടെ സാറ്റലൈറ്റ് ഇമേജസ് എന്നെല്ലാം കാണുന്നത്
ഈ തിക്നെസ് കുറച്ചുകൂടി കുറഞ്ഞ ഇന്നലെ രാത്രിയും ഇന്ന് പകലും ഒക്കെ ലഭിച്ച മഴമേഘങ്ങളെക്കാൾ തിക്നെസ് കുറഞ്ഞ ഒരു 10 കിലോമീറ്റർ ഉയരം വരെ ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് ഒരു 15 കിലോമീറ്റർ ഹൈറ്റ് വരെയുള്ള മേഘപാളികളാണ് ഇപ്പോ അറബിക്കടലിൽ നിന്ന് കേരള തീരത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. അത് കേരളത്തിൽ മഴ പെയ്യിപ്പിക്കും. പക്ഷെ ശക്തി തീവ്രത ചിലപ്പോൾ ഇന്നത്തേക്കാളും കുറച്ച് കുറയാനുള്ള സാധ്യതയുണ്ട്. നാളെ വൈകിട്ടോടുകൂടി തന്നെ മഴയുടെ ശക്തി കുറയും എന്നുള്ളതാണ് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നമ്മളുടെ ജൂൺ മാസത്തിലെ അവസാനം ജൂലൈ മാസത്തിലൊക്കെ നമുക്ക് ശരിക്കും കിട്ടേണ്ട മഴ കിട്ടാത്തത് കൊണ്ട് അത് നമ്മളുടെ കരഭാഗത്ത് കിട്ടാത്തതുപോലെ തന്നെ സമുദ്രഭാഗത്തും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഒരു അറബിക്കടല് സാധാരണത്തെക്കാൾ കുറച്ച് ചൂട് കൂടുതലാണ്. അതുകൊണ്ട് അറബിക്കടലിൽ നിന്ന് വരുന്ന നീരാവി വളരെയധികം കൂടുതലാണ്. അതാണ് നമുക്കിപ്പോൾ ഇങ്ങനെ പരക്കെ മഴ, കാരണം തെക്ക് പടിഞ്ഞാറൻ കാറ്റിന്റെ ശക്തി കൂടുകയും കൂടി ചെയ്തപ്പോ കേരളത്തിൽ നിറയെ പെട്ടെന്നുള്ള മഴ പെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. ഇത് 2018 താരതമ്യം ചെയ്യുന്നത് മഴ വെള്ളത്തിന്റെ ഉയർന്ന സ്ഥലങ്ങൾ എവിടേക്കൊക്കെ വെള്ളം വന്നു എന്നുള്ള അടിസ്ഥാനത്തിലാണ്. പക്ഷെ ഇത് ശരിക്ക് കമ്പയർ ചെയ്യേണ്ടത് 2019 ഓഗസ്റ്റ് മാസത്തിലെ മഴയുമായിട്ടാണ്. ഓഗസ്റ്റ് മാസം ഈ വർഷത്തെ പോലെ തന്നെ ഓഗസ്റ്റ് മാസം 8-ാം തീയതി വരെ 2019 മഴ കുറവായിരുന്നു. ജൂൺ മാസം 1-ാം തീയതി മുതൽ എല്ലാ ദിവസങ്ങളിലും ഡെഫിഷ്യന്റ് എന്ന് പറഞ്ഞ് ഈ ഓഗസ്റ്റ് ഫസ്റ്റ് വീക്ക് അവസാനത്തോടു കൂടിയിട്ട് പെയ്ത മഴ പ്രത്യേകിച്ച് ഓഗസ്റ്റ് 8-ാം തീയതി പെയ്ത ശക്തമായ മഴയിലാണ് അതും വരെ ഉണ്ടായിരുന്ന മഴക്കുറവ് മുഴുവൻ നികത്തപ്പെട്ടത്. അന്നാണ് ഇങ്ങനെ ഒരു വ്യാപകമായി 10,000-കണക്കിന് സ്ക്വയർ കിലോമീറ്റേഴ്സ് പ്രദേശങ്ങളില് പെട്ടെന്നുള്ള ലഘുമേഘ വിസ്ഫോടനം പോലത്തെ മഴയൊക്കെ നമ്മൾ ആദ്യമായിട്ട് കണ്ടത്. നമ്മൾ 2021 തന്നെ അതെല്ലാം റിപ്പോർട്ട് ചെയ്യപ്പെടുകയും വ്യാപകമായി സയന്റിഫിക് കമ്മ്യൂണിറ്റി ഡിസ്കസ് ചെയ്യുകയും ചെയ്തിട്ടുള്ളതാണ്. ഇനിയുള്ള വർഷങ്ങളിൽ ഇത്തരത്തിലുള്ള മഴ സ്വഭാവം നമ്മൾ പ്രതീക്ഷിക്കണമെന്നുള്ളത് നേരത്തെ തന്നെ സയന്റിഫിക് കമ്മ്യൂണിറ്റിയിൽ ഡിസ്കഷൻ ഉള്ളതും വേണ്ടത്ര അറിവുള്ളതുമാണ്. മഴയുടെ സ്വഭാവം മാറുകയാണ്. ഒരു ജില്ല മുഴുവൻ, നമ്മളുടെ മൊത്തം 38,000 സ്ക്വയർ കിലോമീറ്റർ ആണ് കേരളത്തിന്റെ വിസ്തൃതിയെങ്കിൽ അതിനകത്ത് 5-6 ജില്ലകളെ ഒരുമിച്ച് ബാധിക്കുന്ന രീതിയിലുള്ള പെരുമഴ പെയ്ത്ത് നമുക്ക് 2019 ആരംഭിച്ചതും അതിനുശേഷമുള്ള മിക്കവാറും വർഷങ്ങളിൽ പല സ്ഥലങ്ങളിലും നമ്മൾ അനുഭവിച്ചിട്ടുള്ളതുമാണ്. അപ്പൊ ഈ ഒരു നാളത്തെ ദിവസത്തെ കൂടി മഴ നിർണായകമാണ്. ഇന്ന് മഴ കിട്ടിയ സ്ഥലങ്ങളിൽ തന്നെയാണ് മഴ കിട്ടുന്നതെങ്കിൽ അതിന്റെ ക്യുമുലേറ്റീവ് എഫക്റ്റ് കൂടുതലായിരിക്കും. ഞാൻ അങ്ങിലേക്ക് വരണം. അങ്ങ് ദയവ് ചെയ്ത് തുടരണം. കണ്ണൂർ ജില്ലയിൽ നിന്നുള്ള ചില കാര്യങ്ങൾ കൂടി നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. കനത്ത മഴയാണ് കണ്ണൂര്. വ്യാപക നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആലക്കോട് മുക്കടയിൽ മലവെള്ളപ്പാച്ചിൽ ഉണ്ടായിട്ടുണ്ട്. ഒരാൾ കുടുങ്ങിക്കിടക്കുന്നതായ സംശയമുണ്ട്. പേരാവൂർ തൊണ്ടിയിൽ പാലത്തിന് സമീപം കാഞ്ഞിരപ്പുഴയിൽ ഒരാൾ ഒഴുക്കിൽപ്പെട്ടു. കോട്ടംചെറും സ്വദേശി ഹനീഫയാണ് ഒഴുക്കിൽപ്പെട്ടത്. കാർത്തികപുരത്ത് അതിശക്തമായ കുത്തൊഴുക്കിൽ മണക്കടവ് പാലം മുങ്ങിയെന്നാണ് വിവരം. കുത്തൊഴുക്കിൽ മരത്തടി കൈവരിയിലിടിച്ച് ആനയടി പാലം തകർന്നു. കൊടിയേരി മൂഴിക്കരയിൽ വീട്ടുമതിലും കിണറും തകർന്നു. നീരൊഴുക്ക് വർദ്ധിച്ചതോടെ പഴശ്ശി ഡാമിന്റെ ഷട്ടറുകൾ കൂടുതൽ ഉയർത്തും. തീരപ്രദേശങ്ങളിൽ താമസിക്കുന്നവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കണ്ണൂർ പാൽച്ചുരം വഴിയുള്ള ഗതാഗതം നിരോധിച്ചിട്ടുണ്ട്. അർജുൻ കല്യാട് വിവരങ്ങളുമായി ചേരുകയാണ്. അർജുൻ, അവിടെ മണ്ണിടിച്ചിലുണ്ട്, വലിയ തോതിൽ മലവെള്ളപ്പാച്ചിൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ഈ ആലക്കോട് മേഖലയിലൊക്കെ മലവെള്ളപ്പാച്ചിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കണ്ണൂരിന്റെ താഴ്ന്ന പ്രദേശങ്ങളിലാകെ ഈ മലവെള്ളപ്പാച്ചിൽ ഒഴുകിയെത്തുകയും ചെയ്തും തോടുകളുടെ ഒക്കെ കരയിൽ താമസിക്കുന്നവർക്ക് വലിയ പ്രശ്നം ഉണ്ടാവുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. പലയിടത്തും മണ്ണിടിച്ചിലും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അർജുൻ, എന്താണ് ജില്ലയിൽ ഇപ്പോൾ ഒരു മേഖല എന്നില്ലാത്ത തരത്തിൽ അപകട സാധ്യത നിലനിൽക്കുകയാണോ? തീർച്ചയായിട്ടും അതിശക്തമായിട്ടുള്ള മഴ ഇപ്പോഴും കണ്ണൂരിൻ്റെ മലയോര മേഖലകളിൽ പെയ്യുന്നു. ഞാനിപ്പോൾ നിൽക്കുന്നത് ആലക്കോട് ഉദയഗിരി പ്രദേശത്താണ്. ഈ പ്രദേശത്ത് നമുക്ക് അതിശക്തമായിട്ടുള്ള മഴ ഇപ്പോഴും പെയ്തുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ മലവെള്ളപ്പാച്ചിൽ നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ ശക്തമായ രീതിയിൽ ഇപ്പോഴും ഇവിടെ ഏറെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. ഈ പറയുന്ന താളിപ്പാറ മേഖലയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇവിടെയുള്ള ഒരു പാലം അപ്പാടെ തന്നെ ഇപ്പോൾ മഴയത്ത് മുങ്ങി നിൽക്കുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഈ പ്രദേശത്ത് നമ്മൾ അല്പസമയം മുമ്പ്, അതായത് ഒരു 10-15 മിനിറ്റ് മുമ്പ് ലൈവ് നൽകുമ്പോൾ ഏകദേശം ഒരു 4 അടി അപ്പുറത്ത് നിന്നാണ് ലൈവ് നൽകിയിരുന്നത്. ആ സമയത്ത് അവിടെ വെള്ളമുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോഴും വെള്ളം ഇങ്ങനെ ഉയർന്ന് റോഡിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. അതായത് മഴവെള്ളപ്പാച്ചിലിൻ്റെ ഒഴുക്ക് കൂടിയിരിക്കുന്നു, ശക്തി കൂടിയിരിക്കുന്നു, അതിൻ്റെ അളവ് കൂടിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. ഈ പറയുന്ന താളിപ്പാറ മേഖലയിൽ ആ പറയുന്ന പ്രദേശത്തൊക്കെ ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ടായിരുന്നു. അതിൻ്റെ താഴെ ഭാഗത്തുള്ള
മണ്ണുൾപ്പെടെ ഒലിച്ചു പോവുകയാണ്. ഈ പറയുന്ന പുഴ അല്ലെങ്കിൽ ഈ പറയുന്ന ചെറിയൊരു നദി ജലാശയം ഒഴുകുന്നതിൻ്റെ തൊട്ട് വശങ്ങളിലുള്ള മണ്ണുകൾ അപ്പാടെ തന്നെ ഇടിഞ്ഞ് ഈ പറയുന്ന ജലാശയത്തിലേക്ക് പതിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതായത് ഈ താളിപ്പാറ മേഖലയിൽ ഉരുൾപൊട്ടലിന് സമാനമായ രീതിയിൽ കർണാടക വനത്തിൽ ഉൾപ്പെടെ നേരത്തെ നമ്മൾ പറഞ്ഞതാണ്, ആ അർത്ഥത്തിൽ ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. നമുക്ക് കാണാൻ വേണ്ടി കഴിയും JCB ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ ഇവിടെ ഈ രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായി സജ്ജമാക്കി വെച്ചിരിക്കുന്നു. അതുപോലെ തന്നെ ഒരുപാട് വാഹനങ്ങൾ മറുവശത്തേക്ക് പോകാൻ വേണ്ടി കഴിയാതെ ഇവിടെ ഇങ്ങനെ നിർത്തിയിട്ടിരിക്കും. നമുക്ക് കാണാൻ വേണ്ടി കഴിയും എത്രയോ ദൂരത്ത് ഈ വാഹനങ്ങൾ നിർത്തിയിട്ടിരിക്കുകയാണ്. ഇവിടെയുള്ള പ്രദേശവാസിയായിട്ടുള്ള ചേട്ടനുണ്ട്. ഇതിപ്പോ സത്യം പറഞ്ഞാൽ ശരിക്കും ആശങ്കപ്പെടുന്നുണ്ട്. ഒരു 10-40 വർഷമായിട്ട് ആദ്യമായിട്ടാണ് ഇത്ര സംഭവം ഉണ്ടാകുന്നത്. എനിക്കൊരു 40-50 വർഷത്തെ പരിചയമുണ്ട് ഇവിടെ. ചേട്ടൻ്റെ വീടിന്റെ അടുത്താണോ? ഇവിടെ അടുത്ത് തന്നെയാണ്, ഉദയ ടൗണിൽ തന്നെയാണ് വീട്. അപ്പുറം സ്ഥലമുണ്ട്, ടൗണിലാണ് വീട്. സത്യം പറഞ്ഞാൽ ഈ പാലം അപ്പാടെ തന്നെ മുങ്ങിപ്പോയി. പാലം മുങ്ങിയിട്ടുള്ള ഇത്രയും വെള്ളം ഇവിടെ കേട്ടിട്ടില്ല. നേരത്തെ ചെറിയ തോതിൽ കേട്ടിട്ടുണ്ട്, പക്ഷെ ഇതുപോലെ വെള്ളം കയറിയിട്ടില്ല. മഴയത്തും ഇങ്ങനെ ഇത്രയും ശക്തമായ രീതിയിൽ ഇല്ല, ഒരിക്കലും ഇല്ല. സത്യം പറഞ്ഞാൽ മണിക്കൂറുകളായി ഈ തരത്തിൽ വെള്ളം ഇവിടെ ഒഴുകി. ഒരു 3-4 മണിക്കൂറായി ഇപ്പം വെള്ളം കഴിക്കാൻ തുടങ്ങിയിട്ട്. ഇടയ്ക്കൊന്ന് കുറഞ്ഞു, ഇപ്പം വീണ്ടും കൂടുകയായിരുന്നു. മഴക്കൊരു ശമനവും ഇല്ലല്ലോ. ഇല്ല, ശമനമില്ല. മഴ ഇപ്പം നന്നായിട്ട് പെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ മലയ്ക്കൊക്കെ 1-2 സ്ഥലങ്ങളിൽ കെട്ടിടിഞ്ഞിട്ട് ആ വെള്ളം എല്ലാം ഇവിടെ വന്നിട്ടുണ്ട്. എന്തായാലും വലിയ രീതിയിലൊരു പേടിപ്പെടുത്തുന്നുണ്ട്. തീർച്ചയായിട്ടും പേടിപ്പെടുത്തുന്നുണ്ട്. ഈ പറയുന്ന രീതിയിൽ ഈ വാഹനങ്ങളൊക്കെ ഇവിടെ മറുവശത്തേക്ക് പോകാൻ വേണ്ടി പോകാൻ കഴിയില്ല. അപ്പുറത്ത് വഴി അവിടെയും ബ്ലോക്കാണ്. മറുവശത്ത് കുറച്ച് ആളുകളൊക്കെ അങ്ങനെ അവരുടെ വീടുകളിൽ തന്നെയാണ് ഇപ്പൊ താമസിക്കുന്നത് മനസ്സിലാവുന്നു. അവർക്ക് പോകാൻ പറ്റുന്നില്ല, അപ്പുറത്ത് ബ്ലോക്ക് ആയിട്ടുള്ള മറ്റു വഴികളൊന്നുമില്ല. ഇപ്പൊ വഴിയില്ല, അപ്പുറത്തെ ഒരു വഴിയോട് അടഞ്ഞിരിക്കുകയാണ്. ഈ മരം വീടും അവരുടെ പാലത്തെ വെള്ളം കയറിയിട്ടും അടഞ്ഞിരിക്കുകയുള്ളത്. എന്തായാലും അത് തന്നെയാണ് ഇവിടെയുള്ള ആളുകളൊക്കെ. 1/2 കിലോമീറ്റർ അപ്പുറത്ത് ഒരു വീടിന്റെ അകത്ത് മുഴുവൻ വെള്ളം കയറി. ഒരു വീടിന്റെ മതിലെല്ലാം കൂടെ മൊത്തം വീട്ടിലെ സാധനങ്ങളെല്ലാം പറഞ്ഞാൽ പേടിപ്പെടുത്തുന്നുണ്ട് അല്ലെ ഈ സാഹചര്യത്തിൽ. ഭയങ്കര ആളും അവിടെ കുടിച്ചുകൊണ്ടിരിക്കുക. അത് ഭയങ്കര പേടിപ്പെടുത്തുന്ന ഒരു വീട് എവിടെയാ? അവിടെ തന്നെയാണ്, 1 കിലോമീറ്റർ. വലിയ ബുദ്ധിമുട്ട് തന്നെയാണല്ലേ? വലിയ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഇവിടുന്ന് എൻ്റെ വീട് ഇതിന് അക്കരെയാണ്. ഇവിടുന്ന് പോകാൻ ഈ വഴിയേ ഉള്ളൂ നിലവിൽ. ക്രമാനുഗതമായിട്ട് വെള്ളം കയറിക്കൊണ്ട് വന്നുകൊണ്ടിരിക്കും. അത് തന്നെയാണ് ഏറ്റവും കൂടുതൽ ആശങ്കപ്പെടുത്തുന്നത്. കാരണം ഓരോ മിനിറ്റുകളും അല്ലെങ്കിൽ ഓരോ സെക്കൻഡിലും വെള്ളം ഇങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ആശങ്കപ്പെടുന്ന കാര്യം. ഇപ്പോൾ പോലും ഈ പറയുന്ന പാലത്തിൻ്റെ ദൃശ്യം നമ്മൾ ക്യാമറയിൽ നമുക്കത് എത്രത്തോളം കാണാൻ വേണ്ടി കഴിയുന്നു എന്നറിയില്ല. പക്ഷേ ഈ പാലത്തിൻ്റെ ദൃശ്യം നമുക്ക് ഇവിടുന്ന് കാണാൻ വേണ്ടി കഴിയുമ്പോൾ മനസ്സിലാകുന്നത് പാലം പൂർണ്ണമായും അല്ലെങ്കിൽ അത്രയും ശക്തമായ രീതിയിലുള്ള കുത്തൊഴുക്കാണ് ഇവിടെ ഉള്ളത് എന്ന രീതിയിലാണ്. എന്തായാലും അതിശക്തമായ രീതിയിൽ കണ്ണൂരിൻ്റെ മലയോര മേഖലയിൽ മഴ പെയ്തുകൊണ്ടിരിക്കുന്നു. ഇന്ന് രാവിലെ മുതൽ അത് ഈ പറയുന്ന മലയോര പ്രദേശങ്ങളിൽ മാത്രമല്ല, കണ്ണൂർ ജില്ലയിൽ എല്ലായിടത്തും മഴ പെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് ആലക്കോടാണ്. ഉളിക്കൽ പഞ്ചായത്തിലെ 4ഓളം ചെറുപാലങ്ങൾ പൂർണ്ണമായും തന്നെ വെള്ളത്തിനടിയിലാവുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ കൊട്ടിയൂർ, അമ്പായത്തോട്, ആറളം തുടങ്ങിയിട്ടുള്ള മേഖലകളിൽ ബാവലിപ്പുഴയിൽ ഉൾപ്പെടെ ശക്തമായ രീതിയിലുള്ള കുത്തൊഴുക്കും മലവെള്ളപ്പാച്ചിലും ഉണ്ടായിരുന്നു. 11, 13 ബ്ലോക്കുകൾ ആറളം ഫാമിലെ അവിടെ നിന്ന് ആളുകളെ തൊട്ടടുത്തുള്ള അംഗനവാടിയിലേക്ക് മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് വട്ട്യാന്തോട്, മാട്ടറ, കാലാങ്കി തുടങ്ങിയിട്ടുള്ള മലയോര പ്രദേശങ്ങളിലെല്ലാം ശക്തമായ രീതിയിൽ മഴ പെയ്യുന്നു, മണ്ണിടിച്ചിലുണ്ടാവുന്നു, ഉരുൾപൊട്ടലിന് സമാനമായ രീതിയിലുള്ള ഒഴുക്കുണ്ടാവുന്നു. കർണാടക വനത്തിൽ ഉൾപ്പെടെ ഉരുൾപൊട്ടലിന് സമാനമായ അല്ലെങ്കിൽ സംശയിക്കാവുന്ന തരത്തിലാണ് ഈ പറയുന്ന പ്രദേശങ്ങളിൽ നിന്നെല്ലാമുള്ള കുത്തൊഴുക്ക് വ്യക്തമാക്കുന്നത്. അതോടൊപ്പം തന്നെ കണ്ണൂരിൽ നിന്നും വയനാട്ടിലേക്ക് പോകുന്ന പ്രധാനപ്പെട്ട പാത, അത് പാൽച്ചുരം വഴിയുള്ള പാത, ആ പാത പൂർണ്ണമായും ഗതാഗതം നിരോധിക്കേണ്ടുന്ന ഒരവസ്ഥയിലേക്ക് അത് മണ്ണിടിച്ചിലിനെ തുടർന്നാണ് ഉണ്ടായിട്ടുള്ളത്. അത്തരത്തിൽ അതീവ ഗുരുതരമായിട്ടുള്ള ഒരു സാഹചര്യത്തിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ താളിപ്പാറ പ്രദേശത്ത്, ഉദയഗിരി താളിപ്പാറ പ്രദേശത്തും അതിശക്തമായ മഴ ഈ സമയത്തും തുടരുകയാണ്. ഇപ്പോഴും ഒരു ശമനം ഉണ്ടാവുന്നില്ല. അത് കൂടുതൽ ആശങ്കപ്പെടുത്തുന്നുണ്ട്, ആകുലപ്പെടുത്തുന്നുണ്ട്. പ്രദേശവാസികളെല്ലാം തന്നെ ഫയർഫോഴ്സിൻ്റെയും നാട്ടുകാരുടെയും പോലീസിൻ്റെയും സന്നദ്ധ പ്രവർത്തകരുടെയും ഒക്കെ സഹായത്തോടു കൂടി സുരക്ഷിതമായ സ്ഥാനങ്ങളിലേക്ക് മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങളും സംവിധാനങ്ങളും ഒക്കെ ഒരുക്കിയിട്ടുമുണ്ട്. വലിയ രീതിയിൽ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ നോക്കുമ്പോൾ കണ്ണൂരിൽ ഇന്ന് ഉച്ചയോടുകൂടി അല്ലെങ്കിൽ ഉച്ചയ്ക്ക് മുൻപായി തന്നെ പെയ്യുന്ന മഴ ഇപ്പോഴും ശമനമില്ലാതെ തന്നെ തുടരുകയാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോഴും മഴ ശമനമില്ലാതെ തുടരുന്നു കണ്ണൂരിൽ എന്നുള്ളതാണ്. ഒപ്പം കർണാടക വനത്തിൽ ഉരുൾപൊട്ടിയെന്ന സംശയമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കണ്ണൂരിലെ ഈ പുഴകളിലേക്കൊക്കെ വലിയ തോതിൽ മലവെള്ളപ്പാച്ചിൽ ഉണ്ടാകുന്നത്. അതിനൊപ്പം തന്നെ കണ്ണൂരിന്റെ മലയോര മേഖലയിലും കനത്ത മഴ തുടരുകയാണ്. നമുക്കൊരു ഇടവേള. ഡോക്ടർ പി വിജയകുമാർ, ഇപ്പോൾ കണ്ണൂർ ജില്ലയിൽ നമ്മൾ നേരത്തെ ആ റിപ്പോർട്ടിലേക്ക് പോയ സമയത്ത് ഞങ്ങളുടെ റിപ്പോർട്ടർ അർജുൻ കല്യാട് പറയുന്നുണ്ട്, ഇന്ന് ഉച്ചയ്ക്ക് മുതൽ തുടങ്ങിയ മഴയ്ക്ക് യാതൊരു ശമനവുമില്ല എന്നുള്ളതാണ്. നേരത്തെ ശേഖർ കുര്യാക്കോസ് അടക്കം പറഞ്ഞു ഇതിൻ്റെ ഒരു ക്യുമുലേറ്റീവ് എഫക്റ്റ് കൂടാനുള്ള സാഹചര്യം ചൂണ്ടിക്കാണിക്കുന്നുണ്ടായിരുന്നു. ഈ മഴ ഇതേ നിലയിൽ തന്നെ വീണ്ടും തുടരുന്ന സാഹചര്യം ആശങ്കയുണ്ടാക്കുന്നതാണോ? തീർച്ചയായിട്ടും ഉത്തര കേരളത്തിൽ നമുക്ക് ഈ കഴിഞ്ഞ ഒരു 1-2 പതിറ്റാണ്ടുകൾക്ക് ഇപ്പുറത്ത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ
തീവ്ര മഴ മേഖല അവിടെ അതിനു മുമ്പ് അത് കുറച്ചുകൂടി വടക്ക് നമ്മളുടെ കൊങ്കൺ കാടുകളുടെ പ്രദേശത്തായിരുന്നു ഒരു ദിവസത്തിൽ ഒരു ത്രഷോൾഡിൽ കൂടുതൽ മഴ പെയ്യുന്ന ഒരു തീവ്ര ഹോട്ട്സ്പോട്ട് എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം ഉണ്ടായിരുന്നത്. 2 ഹോട്ട്സ്പോട്ടാണ് നമുക്ക് ഈ വെസ്റ്റ് കോസ്റ്റിലുള്ളത്. ഒന്ന് നമ്മളുടെ ബോംബെ തീരത്ത്, മറ്റൊന്ന് നമ്മളുടെ കൊങ്കൺ തീരത്ത്. മുമ്പത്തെ 2000-ന് മുമ്പ് നടത്തിയിട്ടുള്ള പഠനത്തിൽ 14 ഡിഗ്രി നോർത്ത് ലാറ്റിറ്റ്യൂഡിന് താഴെ തീവ്ര മഴ പെയ്യുന്ന പ്രദേശങ്ങൾ കുറവായിരുന്നു. അതായത് കേരളത്തിൽ തീവ്ര മഴ പെയ്യുന്ന ലൊക്കേഷൻസ് കുറവായിരുന്നു എന്നുള്ളതാണ് പ്രശസ്തമായിട്ടുള്ള ഒരു പഠനത്തിൽ 2000-ന് മുമ്പ് നടത്തിയിട്ടുള്ള ഒരു പഠനത്തിൽ കാണുന്നത്. പക്ഷെ ഈ 2010 മുതൽ ഇങ്ങോട്ടുള്ള നമ്മളുടെ ഡാറ്റ പരിശോധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കൊങ്കൺ പ്രദേശത്തുണ്ടായിരുന്ന തീവ്ര മഴ മേഖല കണ്ണൂർ, കാസർഗോഡ്, വയനാട് പ്രദേശത്തേക്ക് വ്യാപിച്ചിട്ടുള്ളതോ അല്ലെങ്കിൽ ഷിഫ്റ്റ് ചെയ്തിട്ടുള്ളതോ ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് നമുക്ക് ഇപ്പൊ മൺസൂൺ സമയത്ത് കൂടുതൽ ശക്തമായ അല്ലെങ്കിൽ ഒരു ദിവസം 10-20 സെന്റിമീറ്റർ മഴ കിട്ടുന്ന ദിവസങ്ങളുടെ എണ്ണം കൂടി പരിഗണിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉത്തര കേരളം ഒരു ഹോട്ട്സ്പോട്ട് ഓഫ് മൺസൂൺ, ഹെവി മൺസൂൺ അല്ലെങ്കിൽ എക്സ്ട്രീം മൺസൂൺ റെയിൻഫോൾ സ്ഥലമായി മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് അവിടുത്തെ ഭൂപ്രകൃതി, ഈ പറയുന്ന മലയോര മേഖലയാണ് എന്നുള്ളതും അത് അവിടെ പെയ്യുന്ന മഴയുടെ അപകട സാധ്യത കൂട്ടുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പൊ അവിടെ ഒരു മഴ ഹോട്ട്സ്പോട്ട് ആയിട്ട് മാറുന്നുണ്ട് എന്നുള്ളത് നമ്മുടെ കാലാവസ്ഥ മാറ്റത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള വർഷങ്ങളിലും ഇത്തരത്തിലുള്ള തീവ്ര മഴ മൺസൂൺ സമയത്ത് തുടരാനാണ്, കൂടി വരാനാണ് സാധ്യത. ശരി, ഇപ്പോൾ വയനാട്ടിൽ നിന്ന് നമ്മളോടൊപ്പം ദീപക് മോഹൻ കൂടി ചേരുന്നുണ്ട്. ദീപക്, വയനാട്ടിൽ മഴയ്ക്ക് കുറവുണ്ടോ? അവിടെ വിവിധ ഉന്നതികളിലേക്ക് വെള്ളം കയറിയതിനെ തുടർന്ന് ആളുകളെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. വയനാട് ജില്ലയിൽ മാത്രം എത്ര ദുരിതാശ്വാസ കേന്ദ്രങ്ങളാണ് ഉള്ളത്? ഇപ്പോഴും മഴ തുടരുന്ന സാഹചര്യമുണ്ടോ? മധു, മഴ ഇപ്പോൾ അല്പം മാറി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. 6 മണിക്ക് ശേഷം മഴ ഇന്ന് രാവിലെ മുതൽ വൈകിട്ട് വരെ പെയ്തതിനേക്കാൾ ശമനമുണ്ട് എന്നുള്ളത് തന്നെ പറയാം. അത് ഒരു വലിയ ആശ്വാസം തന്നെയാണ്. വയനാട് ജില്ലയിൽ ഇതുവരെ ഇപ്പോൾ 86 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട്. 86 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 161 ആളുകൾ, 161 കുടുംബത്തിലുള്ള ആളുകൾ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് മാനന്തവാടി, വൈത്തിരി താലൂക്കുകളുടെ താഴ്ന്ന പ്രദേശങ്ങളിലാണ് മഴക്കെടുതികൾ രൂക്ഷമായിട്ടുള്ളത്. ഈ വൈത്തിരി താലൂക്കിലും അതോടൊപ്പം മാനന്തവാടി താലൂക്കിലുമുള്ള താഴ്ന്ന പ്രദേശങ്ങളൊക്കെ തന്നെ വെള്ളത്തിനടിയിലാണ്. വലിയ വെള്ളക്കെട്ടുകളുണ്ട്. ഏക്കർ കണക്കിന് കൃഷിയിടങ്ങളൊക്കെ തന്നെ വെള്ളത്തിനടിയിലാണ്. മുൻപൊക്കെ വയനാട്ടിൽ മഴ ലഭിച്ചതിനേക്കാൾ 66% മഴ കുറവുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം വരെ. എന്നാൽ ഇന്നലെ രാത്രി മുതൽ തന്നെ വലിയ മഴ വയനാട്ടിൽ പലയിടങ്ങളിലുമുണ്ട്. ആ മഴയിൽ തന്നെ, അതായത് വൈത്തിരിയിലാണ് ഏറ്റവും അധികം മഴ ലഭിച്ചിട്ടുള്ളത്. 208 മില്ലിമീറ്റർ മഴയാണ് വൈത്തിരി വട്ടപ്പാറയിൽ മാത്രം ലഭിച്ചിട്ടുള്ളത്. വയനാട്ടിലെ ഏറ്റവും അധികം മഴ ലഭിച്ച സ്ഥലമാണ്. അതിതീവ്ര മഴയിലേക്ക് കാര്യങ്ങൾ എത്തി എന്നുള്ളതാണ് ഈ കണക്കുകൾ വ്യക്തമാക്കുന്നത്. സാധാരണഗതിയിൽ 24 മണിക്കൂറിൽ 205 mm മുകളിലേക്ക് പോയാലാണ് അതിതീവ്ര മഴയായി രേഖപ്പെടുത്തുക. പക്ഷേ 10 മണിക്കൂറിലൊക്കെയാണ് 10 മണിക്കൂറിനകത്തൊക്കെ ഇത്തരത്തിൽ 208 അല്ലെങ്കിൽ 200 മില്ലിമീറ്ററിന് മുകളിലേക്ക് മഴയുടെ പെയ്ത്തുണ്ടാകുമ്പോൾ അത് അതിതീവ്ര മഴയാണ്. അതാണ് വലിയ ദുരന്തങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്ര വകുപ്പ് പ്രവചിച്ചിട്ടുണ്ട്. അതായത് ഇപ്പോൾ കള്ളാടിയിൽ മണ്ണിടിച്ചിലുണ്ടായി. ആ മണ്ണിടിച്ചിലുണ്ടായി ഇത്തരത്തിൽ കുറഞ്ഞ സമയം കൊണ്ട് വലിയ വലിയ മഴത്തുള്ളികൾ പെയ്യുന്നതിനെ കൊണ്ടാണ് ഇത്തരത്തിലൊരു ദുരന്തം പോലുള്ള പ്രത്യാഘാതങ്ങളൊക്കെ ഉണ്ടാകുന്നത് എന്നാണ് വിവരങ്ങൾ പുറത്തു വരുന്നത്. വയനാടിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം വൈത്തിരി മേഖല, ഒപ്പം തവിഞ്ഞാൽ, തലപ്പുഴ, തൊണ്ടർനാട് മേഖലകളിലൊക്കെ തന്നെ മഴ കൂടുതലുണ്ട്. 50 ഇടങ്ങളിൽ മഴയുടെ കണക്ക് വയനാട്ടിൽ പരിശോധിച്ചു കഴിഞ്ഞാൽ അതിൽ 25 ഇടങ്ങളിലും 100 മില്ലിമീറ്ററിന് മുകളിൽ മഴയുണ്ട് എന്നുള്ളതാണ് വാസ്തവം. അതേസമയം ഇന്നിപ്പോൾ മഴ അല്പം വൈകിട്ട് മാറി നിൽക്കുന്നത് ശമനം ഉണ്ട്. അതേസമയം മറ്റ് ഡാമുകൾ, വയനാട്ടിൽ 2 ഡാമുകളാണുള്ളത്. ബാണാസുര, കാരാപ്പുഴ ഡാമുകളാണ്. ഈ 2 ഡാമുകളുടെയും വൃഷ്ടിപ്രദേശത്ത് കനത്ത മഴയുണ്ടെങ്കിൽ പോലും ഡാമുകളിലെ ജലനിരപ്പ് ആശങ്കപ്പെടേണ്ട രീതിയിലേക്ക് ഇല്ല എന്നാണ് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കിയിട്ടുള്ളത്. മാധു. ശരി, ദീപക് മോഹനാണ് വിവരങ്ങൾ നൽകിയത്. ശേഖർ കുര്യാക്കോസ് നമ്മളോടൊപ്പം തുടരുന്നുണ്ട്. ശേഖർ കുര്യാക്കോസ്, ഇപ്പം നമുക്ക് ഈ ഒരു സാധാരണഗതിയിൽ ഉള്ളതിനേക്കാൾ മഴക്കാലത്തിന് മുന്നോടിയായിട്ട് ഈ കാലാവസ്ഥാ വ്യതിയാനങ്ങളെല്ലാം കൂടി കണക്കിലെടുത്തുകൊണ്ടുള്ള ചില മുൻകരുതലുകൾ വേണ്ടതുണ്ട് എന്നാണ് പരക്കെ പറയപ്പെടുന്നത്. എന്തൊക്കെയാണ് അങ്ങനെ ചെയ്യാൻ കഴിയുക? നമ്മൾക്ക് മനുഷ്യസാധ്യമായ മുന്നൊരുക്കങ്ങളൊക്കെ ഈ വർഷവും നടന്നിട്ടുണ്ട്. നിങ്ങൾ ഓറഞ്ച് ബുക്ക് കണ്ടിട്ടുണ്ടാവും. ഈ വർഷത്തതും വളരെ വിശദമായി തന്നെ തദ്ദേശ സ്ഥാപനങ്ങൾ എന്തു ചെയ്യണം, അവർക്കൊക്കെ തന്നെ ഇപ്പോൾ എവിടെയാണ് ദുരന്ത സാധ്യതയുള്ള ആളുകൾ വസിക്കുന്നതെന്നറിയാം.
അവരുടെ പട്ടികപ്പെടുത്തൽ നടത്തിയിട്ടുണ്ട്, അവരെ ഒഴിപ്പിക്കാൻ വേണ്ടുന്ന സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്, ഒഴിപ്പിച്ചുകൊണ്ട് താമസിക്കാനുള്ള ഷെൽട്ടറുകൾ നന്നാക്കുന്നതിന് എല്ലാ വർഷവും നമ്മൾ ഓരോ ലക്ഷം രൂപ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കൊടുക്കുന്നുണ്ട്. 1 ലക്ഷം രൂപ അവർക്ക് ഉപകരണങ്ങൾ വാങ്ങാൻ, പ്രതികരണ ഉപകരണങ്ങൾ വാങ്ങാൻ കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ കേരളത്തിൽ മാത്രം നടക്കുന്ന കാര്യങ്ങളാണ്, നിങ്ങൾ അന്വേഷിച്ചാൽ അറിയും. അപ്പോൾ അത്തരം ഇടപെടലുകളെല്ലാം ഉണ്ട്. കൂടാതെ നമ്മളുടെ അഗ്നി രക്ഷാസേന നമ്മളുടെ മുൻനിരയിൽ നിന്ന് പ്രവർത്തിക്കുന്നവരാണ്. അവരുടെ ശേഷി ഗണ്യമായി വർദ്ധിക്കാനുള്ള നടപടികളുണ്ട്. നമ്മൾക്കറിയാം, സിവിൽ ഡിഫൻസ്, ആപ്താമിത്ര, വോളണ്ടിയർമാർ എണ്ണമറ്റ രീതിയിൽ കേരളത്തിൽ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിനോടൊപ്പം ചേർന്നുകൊണ്ട് അവരുടെ തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ട്. മറ്റ് സന്നദ്ധ പ്രവർത്തകരുമുണ്ട്. മറ്റ് പല സംഘടനകളിലുള്ള സന്നദ്ധ പ്രവർത്തകരും ഈ സിവിൽ ഡിഫൻസിലും ആപ്താമിത്രയിലും വന്ന് പരിശീലനം സിദ്ധിച്ച് അവർക്ക് കിറ്റും ഇൻഷുറൻസും ഒക്കെ കൊടുത്ത് വലിയൊരു സംഘത്തിനെ നമ്മൾ സജ്ജമാക്കിയിട്ടുണ്ട്. അപ്പോൾ അവർ അത്തരം ഇടപെടലുകൾ, സാമൂഹികമായ ഇടപെടലുകളിൽ തുടങ്ങി ഒരു സംവിധാനം, ഒരു നയപരമായ ഇടപെടൽ എന്ന നിലയിൽ വരെയുള്ള ഇടപെടലുകളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ ഇനി വലിയ ഒരു ലീപ്പ് നമ്മൾക്ക് ഇപ്പോൾ നമ്മൾ കാണുന്നത് പോലെ ചില പ്രദേശങ്ങൾ, ചില നഗരങ്ങൾ, ചെറിയ നഗരങ്ങൾ വെള്ളത്തിലാകുന്നു, ചില പ്രദേശങ്ങൾ വെള്ളത്തിലാകുന്നു, അല്ലെങ്കിൽ ചില റോഡുകൾ നിരന്തരം തടസ്സപ്പെടുന്നു. അത്തരം പ്രദേശങ്ങൾ, ഇപ്പോൾ നമ്മളുടെ വയനാട്ടിനുള്ള ചുരം എല്ലാ വർഷവും നമ്മൾക്ക് മഴയത്ത് തടസ്സപ്പെടും. അപ്പോൾ അതുണ്ടാകാതിരിക്കണമെങ്കിൽ ഇവയിൽ അത് ഭൂവിനിയോഗവുമായി നേരിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ആവശ്യകതയാണ്. ഇത്തരം മേഖലകളിൽ, ഇത്തരം പ്രദേശങ്ങളിൽ നമ്മൾ ആധുനികമായ ചിന്തയോടുകൂടി കൂടുതൽ സുരക്ഷിതത്വത്തിലൂന്നിക്കൊണ്ടുള്ള, റെസിലിയൻസിലൂന്നിക്കൊണ്ടുള്ള, പ്രതിരോധ ശേഷിയിലൂന്നിക്കൊണ്ടുള്ള ഭൂവിനിയോഗത്തിലേക്ക്, നിർമ്മാണ രീതികളിലേക്ക് മാറേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ നമ്മൾക്ക് ഒരു 30 കൊല്ലത്തിനുള്ളിൽ കുറച്ചും കൂടി സുരക്ഷിതമായ ഒരു സമൂഹമായി മാറാൻ സാധിക്കുകയുള്ളൂ. ശരി, വളരെയധികം നന്ദി. ഒരു കാര്യം ശരി, വളരെയധികം നന്ദി ഡോക്ടർ പി വിജയകുമാർ. ഒപ്പം ശ്രീ നിത കെ ഗോപാൽ, ശ്രീ ശേഖർ കുര്യാക്കോസ്, അഡ്വക്കേറ്റ് രബിൻ വർക്കി നമ്മളോടൊപ്പം ഈ സമയത്ത് വിവരങ്ങളുമായി ചേർന്നതിന്. ഡിബേറ്റ് വിത്ത് മാധു സജി.